അവന്റെ വിശുദ്ധമായ ഖുർആനിന്റെ പല ഭാഗങ്ങളിൽ ഈ പ്രപഞ്ചത്തെ വളരെ വിശാലമായി പരിചയപ്പെടുത്തുന്നുണ്ട്. എന്താണ് പ്രപഞ്ചം? അല്ലാഹു പറയുന്നു, ആകാശത്തെ അവൻ പടച്ചു, ഭൂമിയെ പടച്ചു, ആകാശഭൂമികളുടെ ഇടയിലുള്ള സർവ്വചരാചരങ്ങളെയും ഗോചരവും അഗോചരവുമായ അനവധി ജീവജാലങ്ങളെയും ഈ കാണുന്ന ഉൽക്കകളും താരാപഥങ്ങളും നക്ഷത്രങ്ങളും ഗാലക്സികളും ധൂമകേതുക്കളും വാൽനക്ഷത്രങ്ങളും മനുഷ്യൻ അറിയുകയും അറിയാത്തതുമായ അനേകായിരം കോടാനുകോടി സൃഷ്ടികളെ സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തോട് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരമാർത്ഥമുണ്ട്. അല്ലാഹു പറഞ്ഞതെന്താ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതെന്താ? വമാ ഖലഖനസ് സമാഅ വൽ അർള വമാ ബൈനഹുമാ ലഅബീൻ. അല്ലാഹു പറയുകയാണ് വിശുദ്ധമായ ഖുർആനിലൂടെ, മാനവാ അല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ഫീ സിത്തത്തി അയ്യാം. അല്ലാഹു പറയുകയാണ്, എണ്ണപ്പെട്ട 6 ദിവസങ്ങൾ കൊണ്ട് 6 ദിവസങ്ങൾ കൊണ്ടാണ് ആകാശഭൂമികളെ ഞാൻ സൃഷ്ടിച്ചൊരുക്കിയത്. 6 ദിവസം കൊണ്ട് ഈ കാണുന്ന അഖില ലോക ബ്രഹ്മാണ്ട കടാകത്തെ മുഴുവനെ സൃഷ്ടിച്ചൊരുക്കിയ ഈ കാണുന്ന ആകാശത്തെ, ഭൂമിയെ, ഭുവനത്തെ, മണ്ണിനെ, വിണ്ണിനെ, നക്ഷത്രങ്ങളെ, താരാപഥങ്ങളെ, ഗാലക്സികളെ, ഉൽക്കകളെ, കൊള്ളിമീനുകളെ, വാൽനക്ഷത്രങ്ങളെ എല്ലാത്തിനെയും ഞാൻ 6 ദിവസം കൊണ്ടാണ് പടച്ചൊരുക്കിയത്. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, എന്തിനാണ് ഞാൻ ഇതിനെ പടച്ചതെന്നറിയുമോ? 6 ദിവസം കൊണ്ട് ഈ വർണ്ണാഭമായ പ്രപഞ്ചത്തെ ഞാൻ പടച്ചതെന്തിനാ? മനുഷ്യ ചിന്തിക്കണേ, ആകാശത്തെയും ഭൂമിയെയും ആകാശഭൂമികളുടെ ഇടയിലുള്ള സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ചതെന്തിനാ? വമാ ബൈനഹുമാ ലഅബീൻ. കളി തമാശയ്ക്ക് വേണ്ടിയല്ല, വിനോദത്തിന് വേണ്ടിയല്ല, ഒരു പ്രകൃതിയുടെ വികൃതി പോലെ ഞാൻ സൃഷ്ടിച്ചൊരുക്കിയതല്ല. ആകാശഭൂമികളെ സൃഷ്ടിച്ചതിന്റെ ഇടയിൽ വല്ലാത്തൊരു രഹസ്യമുണ്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ആകാശഭൂമികളെ, അതിന്റെ ഇടയിലുള്ള മണ്ണിന്റെയും വിണ്ണിന്റെയും ഇടയിലുള്ള സർവ്വതിനെയും സൃഷ്ടിച്ചതിന്റെ ഇടയിൽ പരമമായ ഒരു രഹസ്യമുണ്ട്. എന്താ രഹസ്യം? സഹോദരങ്ങളെ, ചുമ്മാ മണ്ണിന്റെ മുകളിൽ ഇങ്ങനെ അങ്ങോട്ട് ജീവിക്കാൻ വേണ്ടിയല്ല, കുറച്ച് ചിന്തിക്കാനും ആ ചിന്തക്കനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താനും ഖുർആൻ അടിക്കടി നമ്മെ ഉണർത്തുന്നുണ്ട്. അല്ലാഹു ആ ഉണർത്തൽ നമുക്ക് പ്രയോജനകരമാക്കി തരാം. എന്താണ് പ്രപഞ്ചം? ആരാണ് പ്രപഞ്ചത്തെ സ്വാധീനിക്കുന്നവർ? ഈ ആകാശവും ഭൂമിയും നമ്മളും തമ്മിലുള്ള ബന്ധം എന്താണ്? പരലോകത്തുള്ള ബന്ധം എന്താണ്? ഇതാണ് ഖുർആനും പ്രപഞ്ചവും എന്ന വിഷയം. ഈ ഭൂമിയും നമ്മളും തമ്മിൽ പരലോകത്ത് ബന്ധമുണ്ടോ, ദുനിയാവിൽ ബന്ധമുണ്ടോ? ഇതൊക്കെ എന്താണ് ഇതിന്റെ അവസ്ഥ? ഇതൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് പോകലാണ് നമ്മുടെ വിഷയം. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ഈ സൃഷ്ടിപ്പിന്റെ ഇടയിൽ ഒരു പരമമായ രഹസ്യമുണ്ട്. ഏതാ രഹസ്യം? അല്ലാഹു തന്നെ പറഞ്ഞതെന്താ? ലോകത്തുള്ള എല്ലാത്തിനെയും അല്ലാഹു പടച്ചു. ആദ്യമായിട്ട് അല്ലാഹു സൃഷ്ടിച്ചത് മനുഷ്യനെയല്ല, മാനവനെയല്ല, മനുഷ്യനെയല്ല, മനിതനെയല്ല. അല്ലാഹു ആദ്യമായി പടച്ചതാരെന്നറിയുമോ? ആകാശത്തെ പടച്ചു, ഭൂമിയെ സൃഷ്ടിച്ചു, ഇതിന്റെ ഇടയിലൂടെ സർവ്വതിനെയും പടച്ചതിന് ശേഷം ഏറ്റവും അവസാനം ഒരു വ്യാഴാഴ്ച ദിവസം അസറിന് ശേഷമുള്ള സമയത്താണ് ഈ ലോകത്തുള്ള കോടാനുകോടി ജനങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടനായ മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ചത്. എല്ലാം സൃഷ്ടിച്ചതിന് ശേഷമാണ് അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചത്. ഏറ്റവും അവസാനമാണ് അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചത്. എല്ലാം അണിയിച്ചൊരുക്കി അഖിലലോക ബ്രഹ്മാണ്ട കടാകത്തെ മുഴുവനെ സൃഷ്ടിച്ച് പരിപാലിച്ച് ഒരുക്കിയതിന് ശേഷം അല്ലാഹു അടാ മണ്ണിൽ നിന്ന് ആദമിനെ പടക്കുകയാണ്. ചാടി എഴുന്നേറ്റ ആദമിനോടാണ് അല്ലാഹു പറഞ്ഞത്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോടാണ് പറഞ്ഞത്. അല്ലാഹു പറയുകയാണ്, ഹുവല്ലദീ ഖലഖലകും മാ ഫിൽ അർളി ജമീഅ. എത്രയോ പ്രാവശ്യം ആവർത്തിച്ച് കേട്ടടാ, 7 പ്രാവശ്യം കേട്ടതല്ലേ? അല്ലാഹു പറയുകയാണ് മണ്ണിൽ നിന്ന് പടക്കപ്പെട്ട മനുഷ്യനോട്, മാനവാ മാനവാ മാനവാ, മാനവലോകത്തിന്റെ പ്രതിനിധിയെ ആദമേ, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു പറഞ്ഞ ഏറ്റവും വലിയ പരമമായ സത്യം എന്താ? ആദമേ, ആകാശത്തെ പടച്ചത് നിനക്ക് വേണ്ടി, ഭൂമിയെ പടച്ചത് നിനക്ക് വേണ്ടി, കടലിനെ പടച്ചത് നിനക്ക് വേണ്ടി, അലറിയടിക്കുന്ന അനന്തസാഗരം അല്ലാഹുക്ക് വേണ്ടിയല്ല. ഓ മനുഷ്യ,
നിനക്ക് വേണ്ടി, ഈ ഗിരിശൃംഗങ്ങൾ നിനക്ക് വേണ്ടി, ഈ മാമരകൾ നിനക്ക് വേണ്ടി, ഈ മാമരങ്ങൾ നിനക്ക് വേണ്ടി, ഈ വാനക്ഷത്രങ്ങൾ നിനക്ക് വേണ്ടി, ഈ കാണുന്ന ധൂമകേതുക്കൾ നിനക്ക് വേണ്ടി, മന്ദമാരുതന് നിനക്ക് വേണ്ടി, അലറിയടിക്കുന്ന കൊടുങ്കാറ്റ് നിനക്ക് വേണ്ടി, 1000 വട്ടം പേടിച്ചോടുന്ന കരിമൂർക്കനും നിനക്ക് വേണ്ടി. അല്ലാഹ് പറയുകയാണ് ഹുവല്ലദീ, അല്ലാഹ് ആരെന്നറിയുമോ? അല്ലാഹ് ആരെന്നറിയുമോ? അല്ലാഹ് ആരെന്നറിയോ? ഖലഖലകും മാ ഫിൽ അർദി ജമീഅ, ഈ കാണുന്ന എല്ലാത്തിനെയും മനുഷ്യരെ നിനക്ക് വേണ്ടി പടച്ചു വെച്ചത് ഞാനാണ്. എന്റെ ശബ്ദം കേൾക്കാൻ ഇവിടെ പിടിച്ചുകൂടിയ ഈ സ്കൂൾ ഗ്രൗണ്ടിന് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ ഈ വിനീതന്റെ അറിവില്ലായ്മ കേൾക്കാനെത്തിയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യനായി പിറന്നവരാണ് അല്ലാഹ്. മനുഷ്യന് വേണ്ടിയാണ് സൂര്യനെ കിഴക്ക് ഉദിപ്പിക്കുന്നത്. നിനക്ക് വേണ്ടിയാണ് നാളെ സൂര്യകോളം പടിഞ്ഞാറ് സ്തമിക്കുന്നത്. സഹോദരങ്ങള്, എന്നാണോ നീ മനുഷ്യരല്ലാതാവുക, എന്നാണോ പടച്ചറപ്പ് പറഞ്ഞതിൽ നിന്ന് മാറി നിൽക്കുക, ആ സമയത്താണ് ഇതേ സൂര്യൻ പടിഞ്ഞാറ് നിൽക്കുക, അത് കിഴക്ക് പോയി അസ്തമിക്കുക. ഈ പ്രപഞ്ചത്തിന്റെ ഗതിവിഗതികൾക്ക് മാറ്റമുണ്ടാകുന്നത് ഒരു പരമാർത്ഥം പഠിച്ചുകൊള്ളുക. സൂര്യൻ കിഴക്കിന്റെ നമസ്തരിയും ഉദിക്കുന്നത് നമുക്ക് വേണ്ടി, പടിഞ്ഞാറ് അസ്തമിക്കുന്നത് നമുക്ക് വേണ്ടി, മഴ പെയ്യുന്നത് നമുക്ക് വേണ്ടി. പക്ഷേ ഈ പ്രകൃതിയുടെ ഘടനത്തിന് മാറ്റമുണ്ടാകും, ഈ പ്രകൃതിയുടെ മുന്നേറ്റത്തിനൊരു മാറ്റമുണ്ടാകും. അതെപ്പോഴെന്നറിയോ മോനെ മനുഷ്യ? എന്നാണോ പടച്ചറപ്പ് പറഞ്ഞ സ്ഥലത്ത് നീ വ്യതിചരിച്ചത്, ആ പ്രകൃതി നിന്നെ കാത്ത് നിൽക്കുകയില്ല. അന്നാണ് സൂര്യന്റെ ഉദയസ്ഥാനം മാറുക, അന്നാണ് അസ്തമയം മാറുക, അന്നാണ് പേമാരി കുതിച്ചു പെയ്യുക, അന്നാണ് പർവ്വതങ്ങൾ തകർന്നൊടുങ്ങുക, അന്നാണ് നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുക, അന്നാണ് അമ്പരം പൊട്ടിപ്പിളരുക, അന്നാണ് നാൽക്കാലി ചത്തു വീഴുക, അന്നാണ് മാമരങ്ങൾ മറിഞ്ഞു വീഴുക, അന്നാണ് പക്ഷികൾ കരഞ്ഞു പോവുക, അന്നാണ് പൊട്ടിപ്പിളർന്ന് തകർന്നു പോകുന്ന ലോകത്തിന്റെ മുമ്പ് ഈ ഭൂമി നിന്നെയോർത്ത് വിലപിക്കുന്നത്. ആ ഭൂമി നിന്റെ കണ്ണുനീരിന്റെ മുമ്പിൽ മറുപടി പറയുന്ന ഒരു ദിവസമുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആനും പ്രപഞ്ചവും എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ മുമ്പിൽ നിന്ന് മനുഷ്യൻ പൊട്ടിക്കരയുമ്പോ ആ മനുഷ്യനെ ഒത്ത് ഭൂമി കരയുന്ന ഒരു ദിവസമുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഇത്ര സ്ഥലത്തുണ്ടായ പോലെ ഈ സദസ്സിൽ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ സ്കൂളിൽ പഠിച്ച ഒരു നിയമമുണ്ട്. ഏത് നിയമം? ആൽബർട്ട് ഐൻസ്റ്റീന്റെ തിയറി, E = mc². ദ്രവ്യ പരിവർത്തനം, ദ്രവ്യത്തിന് പരിവർത്തനം ഉണ്ടായാൽ ഊർജ്ജം ഉണ്ടാകും. ആൽബർട്ട് ഐൻസ്റ്റീന്റെ ആപേക്ഷിക സിദ്ധാന്തം, കോപ്പർനിക്കസിന്റെ, ടോളമിയുടെ, ബേക്കലിന്റെ, ഫ്രാൻസ് ബേക്കണിന്റെ മഹത്തായ സിദ്ധാന്തമൊക്കെ ടീച്ചർമാര് നമ്മെ പഠിപ്പിച്ചു നിർത്തിയിട്ടുണ്ട്. എന്താ? സൂര്യൻ കറങ്ങുന്നു, സൗരയൂഥത്തിൽ ഭ്രമണം ചെയ്യുന്നു, സൂര്യന് ചുറ്റും 9 നവഗ്രഹങ്ങൾ, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ, ചൊവ്വ, ശനി, ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒരു പ്രാവശ്യം കറങ്ങണമെങ്കിൽ 24 മണിക്കൂർ വേണം. സഹോദരങ്ങളെ, 24 മണിക്കൂർ കറങ്ങിയാലും ഈ ഭൂമി തീരാത്ത ദിവസമുണ്ട്. അതെപ്പോഴാ? ആദ്യം പ്രപഞ്ചത്തിന്റെ നിയമം ഫിക്സഡ് അല്ല. ഖുർആൻ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുണപാഠം എന്താണെന്നറിയോ? പ്രപഞ്ചത്തിന്റെ നിയമം, നീ ബയോളജിയിലും സയൻസിലും ഫിസിക്സിലും പഠിച്ച കാര്യം, അത് നിയന്ത്രിതമായ നിയമമല്ല. ഞാൻ പറയും, ഭൂമി എന്നും ഈ വേഗതയിൽ കറങ്ങില്ല, സൂര്യൻ എന്നും ഇങ്ങനെ ചലിക്കില്ല, കിഴക്ക് തന്നെ സൂര്യൻ ഉദിക്കില്ല, അതിന് മാറ്റമുണ്ടാകും, പടിഞ്ഞാറ് ഉദിക്കും. നമ്മൾ പഠിച്ച ഒരു നിയമം എന്റെ പൊന്നു ചെറുപ്പക്കാരികളെ മനസ്സിലാക്കിക്കോളി. അള്ളാഹു നമുക്ക് വേണ്ടിയാണ് ആകാശത്തെയും ഭൂമിയെ പടച്ചു വെച്ചത്. ആ പടച്ച നിയമം അവസാനം വരെ മാറാതിരിക്കില്ല, ആ നിയമം മാറും. അള്ളാഹു മാറ്റാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. ഇത് മോനെ, നിനക്ക് സൂര്യനെ, ഈ കിഴക്കിൽ നിന്ന് ഉദിക്കുന്ന സൂര്യനെ നിനക്ക് പറഞ്ഞെടുത്ത് പിടിച്ചു നിർത്താൻ നിന്നെ കൊണ്ട് കഴിയും. ആരെക്കൊണ്ട്? വല്ലപ്പുഴക്കാരനെ കൊണ്ട് കഴിയും. എന്റെ കഴിയാത്ത ബഗ്ദാദുകാരനെ കൊണ്ട് മാത്രമല്ല. ബഗ്ദാദിലെ സുൽത്താൻ ഷെയ്ഖ് മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ആ മഹാന്മാരെ പോലെ വിലായത്തിന്റെ പദവി ലോകത്തിന്റെ നിയമത്തെ മാറ്റിമറിച്ചതുപോലെ അത് ബഗ്ദാദിന് മാത്രം നിശ്ചിതമല്ല, വല്ലപ്പുഴയിൽ നിശ്ചിതമാണ്. പക്ഷെ ആരാവണം? നീ അങ്ങനെ ഒരു മനുഷ്യനാവണം. പ്രകൃതിയുടെ നിയമം മാറിയിട്ടുണ്ട്. ഒഴുകിപ്പോയ പുഴ അവിടെ തന്നെ നിന്നിട്ടുണ്ട്. പുഴയുടെ മുകളിലൂടെ കുതിര ഓടിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് കാത്തു നിൽക്കീൻ. എല്ലാ ചരിത്രവും ഞാൻ പറയാം, പക്ഷെ കാത്തു നിൽക്കീൻ. കമ്മിങ് സൂൺ, ഉടനെ വരും.
അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം നൽകട്ടെ. അല്ലാതെ വാത് കേട്ടിട്ട് വെറുതെ പോവാനല്ല. ആ സമയത്ത് പടച്ചവനെ ഞാൻ ആരാന്നറിയോ, അവനവനെ കുറിച്ച് മനസ്സിലാക്കണം. ഞാൻ ആരാന്ന് മനസ്സിലാക്കണം. ചീട്ടം കളിച്ച് പട്ടച്ചാരായം കുടിച്ച് കാളയും കൂട്ടി കമ്പത്തിന് പഠിച്ച് ഫുട്ബോളും കളിച്ച് ലോകത്തിന്റെ ലഹരിയിൽ കിടന്നുറങ്ങാനവല്ല ഞാൻ ആരാണ് ഈ ഭൂമിയുടെ ഉള്ളിൽ നിന്നിട്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പ്രപഞ്ചം നിലനിൽക്കുന്നതിന് വരും നമുക്ക് വേണ്ടിയാ. ആർക്ക് വേണ്ടിയാ? ഇൻഷാ അല്ലാഹ് ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വിഷയം. അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം നൽകട്ടെ. അള്ളാഹു അങ്ങനെ ആകാനുള്ള ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി ഞാൻ വീണ്ടും എന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. കാരണം എന്താ? പ്രപഞ്ചത്തിന്റെ നിയമം നിയന്ത്രിതമല്ല. ഏത് സമയത്തും ഈ പ്രപഞ്ചം തകരാം. അതുകൊണ്ടല്ലേ അള്ളാഹുവിന്റെ ഖുർആൻ ഏറ്റവും പ്രധാനപ്പെട്ട വാണിംഗായിട്ട് പറയുകയാ. ഖുർആൻ തന്നെ പറയുന്നതല്ല, ഈ ഖുർആൻ ഒരു മുന്നറിയിപ്പാണ്. ആർക്കെന്നറിയോ? ഇന്നഹു തദ്കിറ ഫമൻ സദകറ. ഖുർആൻ പറയാണ്, മനുഷ്യ, നീ വിചാരിച്ചതുപോലെയല്ല കാര്യങ്ങളുടെ കിടപ്പ്, നീ ചിന്തിച്ചതുപോലെയല്ല. ഇന്നഹു തദ്കിറ, ഇതൊരു മുന്നറിയിപ്പാണ്. ആർക്കാണ് മുന്നറിയിപ്പെന്നറിയോ? ഇന്ന ഫീ ദാലിക ലദിക്റ ലിഉലിൽ അൽബാബ്. ചിന്തിക്കുന്നവർക്ക് മുന്നറിയിപ്പായി, ജീവിതത്തിന്റെ നന്മയുടെ പാതയിൽ നിലനിൽക്കാനായി. അതുകൊണ്ടല്ലേ പ്രപഞ്ചത്തിൽ നാം ജീവിക്കുന്ന ഭൂമിയെ കുറിച്ച് ആദ്യം ഞാൻ പറയുക. ബാക്കിയുള്ളത് പിന്നീട് പറയാൻ സമയം കിട്ടിയാൽ പറയാം. അല്ലാഹു പറയുകയാണ്, ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൃഷ്ടിയല്ലേ നമ്മുടെ ഭൂമി. ആ ഭൂമി എന്ന് പറഞ്ഞാൽ എന്താ? സഹോദരങ്ങളെ, 66,88,80,000 ചതുരശ്ര കിലോമീറ്റർ വിശാല വിസ്തൃതമായ ഈ ഭൂമിയിൽ 10,000 കോടി മുതൽ 50,000 കോടി വരെ ഗാലക്സി ഉണ്ട്. ആ ഗാലക്സികൾ തന്നെ ഏതാണ്ട് ഒരു ഗാലക്സിക്ക് 80,000 ഗോളങ്ങളുണ്ട്. ഈ പ്രപഞ്ചത്തിലെ 80,000 കോടി ഗാലക്സിയിൽപ്പെട്ട ഒരേ ഒരു ഗാലക്സിയാണ് ക്ഷീരപഥം. ആ ക്ഷീരപഥമാണ് മിൽക്കി വേ. ആ ക്ഷീരപഥം എന്ന് പറയുന്ന ഗാലക്സിയിലെ കോടാനുകോടി നക്ഷത്രത്തിൽപ്പെട്ട ഒരേ ഒരു നക്ഷത്രമാണ് സൂര്യൻ. ആ സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്ന 9 ഗ്രഹത്തിൽപ്പെട്ട ഒരേ ഒരു ഗ്രഹമല്ലേ നമ്മുടെ ഭൂമി. ഞാനിത് പറയുന്നത് എന്താ? ഖുർആൻ പ്രപഞ്ചം പറയുമ്പോ ആ പ്രപഞ്ചത്തിൽ നമ്മൾ താമസിക്കുന്ന, നമ്മൾ മരിച്ചൊടുങ്ങുന്ന, നാളെ നമ്മൾ കൊണ്ടുപോയി കുടിയെടുത്തിട്ട് മറഞ്ഞാടുന്ന ഭൂമിയില്ലേ, ആ ഭൂമി മാത്രം പ്രപഞ്ചത്തിന്റെ വിഷയമായിട്ട് പറയുകയാ. ഇത് പല ഘട്ടങ്ങളായി നമുക്ക് പറഞ്ഞു തീർക്കാൻ സമയം കിട്ടുന്നത് പോലെ ഒരു വിഷയം പറഞ്ഞാലല്ലേ 2 മണിക്കൂറിലെ ഗുണപാഠമുണ്ടാവൂ. ഈ ഭൂമി എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഭൂമി പ്രപഞ്ചത്തിന്റെ അവസാനത്തെ മേൽവിലാസമല്ല. ഞാൻ പറഞ്ഞല്ലോ, 80,000 കോടി ഗാലക്സിയിൽപ്പെട്ട ഒരേ ഒരു ഗാലക്സിയായ ക്ഷീരപഥത്തിന്റെ കോടാനുകോടി നക്ഷത്രത്തിൽപ്പെട്ട ഒരേ ഒരു നക്ഷത്രമാണ് സൂര്യൻ എന്ന് പറഞ്ഞാൽ, സഹോദരങ്ങളെ, കോടാനുകോടി ഗാലക്സിയിൽപ്പെട്ട ഒരേ ഒരു ഗാലക്സിയായ ക്ഷീരപഥത്തിന്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് ഒരു മനുഷ്യൻ നടന്നു പോയാൽ 6700 പ്രകാശ വർഷം കഴിഞ്ഞ് ആ മനുഷ്യന് ഒരൊറ്റ ഗോളത്തിന്റെ മറുഭാഗത്തെത്തുമെങ്കിൽ എത്രയോ വിശാലമായ പ്രപഞ്ചമാ. ഒരു സെക്കൻഡ് കൊണ്ട് 2,99,792.5 കിലോമീറ്റർ ഒരു സെക്കൻഡ് കൊണ്ട് സഞ്ചരിക്കുന്ന പ്രകാശം 7,600 വർഷം ഇതേ വേഗതയിൽ സഞ്ചരിച്ച എവിടെ എത്തുമോ അത്രത്തോളം വിശാലമാണ് ക്ഷീരപഥത്തിന്റെ ഒരേ ഒരു വലിപ്പം എന്ന് പറഞ്ഞാൽ. ആ ക്ഷീരപഥത്തിലെ ഗോളങ്ങൾ മുഴുവനും ഒരാൾ എണ്ണാൻ തീരുമാനിച്ച ഒരു സെക്കൻഡ് കൊണ്ട് 1 എന്ന് പറയുന്ന വേഗതയിൽ എണ്ണിയ പൊന്നുമോനെ 2,500 വർഷം കഴിഞ്ഞാല് ഒരു സെക്കൻഡിൽ 1 എന്ന എണ്ണത്തിൽ എണ്ണാൻ തീരുമാനിച്ച 2,500 വർഷം കഴിഞ്ഞാല് അതെണ്ണി തീരുകയുള്ളൂ എങ്കിൽ ആ ക്ഷീരപഥത്തിലെ കോടാനുകോടി നക്ഷത്രത്തിൽപ്പെട്ട ഒരേ ഒരു നക്ഷത്രമായ സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്ന 9 ഗ്രഹത്തിൽപ്പെട്ട ഒരേ ഒരു ഗ്രഹമായ ഭൂമിയില്ലേ അല്ലാഹു പറയുകയാണ്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് എത്രയോ വിശാലമാ. ആ ഭൂമിയെ കുറിച്ചാണ് ഞാൻ പറയുക. ആ ഭൂമിയെ കുറിച്ചിട്ടാണ് പറയുക. അല്ലാഹു നല്ല രീതിയിൽ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. പ്രപഞ്ചത്തിലെ ബാക്കിയെല്ലാം വിട്ടു. അതിലിപ്പോ ആകാശമൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത വല്ലപ്പോഴേ വരുമ്പോ പറയാം.
ഇപ്പൊ ഒന്ന് പറയാം, ഭൂമി, പ്രപഞ്ചത്തിലെ ഭൂമിയുടെ മേൽവിലാസം മനസ്സിലായ. ഇവിടെ BSc കഴിഞ്ഞാൽ B.Ed കഴിഞ്ഞാൽ പിന്നെ ഖുർആൻ പടഞ്ചനായി, മൗലൂദ് വളർത്തിയിടേണ്ടതായി, പിന്നെ അവൻ വലിയ ആളായി. പൊന്നുമോനെ നീ ആരാ? എടാ നീ ആരടാ മോനെ? നീൽ ആംസ്ട്രോങ്. എന്തേ ചന്ദ്രനിൽ കാലുകുത്തി? ചന്ദ്രനി ഇറങ്ങി നിന്നവരെങ്ങളോടെയും കേട്ടിട്ടുണ്ട്. ചന്ദ്രനി മനുഷ്യൻ കാലുകുത്തി. അതെന്താ കാലുകുത്തി എന്ന് പറയാ? ചന്ദ്രന് കാല് കുത്താൻ പറ്റൂല. അതുകൊണ്ട് തന്നെ ചന്ദ്രൻ അന്തരീക്ഷത്തിന് സാന്ദ്രത കുറവാണ്. അതുകൊണ്ട് എത്ര വെയിറ്റുള്ള സാധനം പഞ്ഞു പോലെ അവിടെ പറന്നു നടക്കും. അതുകൊണ്ട് ചന്ദ്രനില് ഇപ്പോ നാസയിൽ അത് പറയാൻ കേട്ടോ, പേടിക്കണ്ട, ശാസ്ത്രമൊന്നുമല്ല എന്റെ പൊന്നു സഹോദരങ്ങളെ. നാസയിൽ പുതിയ ഗവേഷണം നടക്കുക. ചന്ദ്രനിലേക്ക് തീർത്ഥയാത്ര പോകുന്നുണ്ട് ആളുകൾ. 2 വർഷമായിട്ട് പരിശീലനത്തിലാണ്. ചന്ദ്രനിൽ കാല് കുത്തണമെങ്കിൽ 2 വർഷം പരിശീലനം നടത്തി. 2 വർഷമായി അമേരിക്കയിലെ വീട്ടമ്മ സൂപ്പർ മാർക്കറ്റിൽ പോയി പർച്ചേസ് ചെയ്തപ്പോൾ നെസ്ലയുടെ കവർ കിട്ടി. കാഡ്ബറീസ് നെസ്ലയുടെ കവർ കിട്ടി. അതിന്റെ സ്ക്രാച്ച് ആൻഡ് വിൻ മത്സരമുണ്ട്. സ്ക്രാച്ച് ചെയ്തപ്പോൾ കിട്ടിയ 1ാമത്തെ പ്രൈസ് ചന്ദ്രനിലേക്ക് വിനോദയാത്ര പോകാൻ അവസരം കിട്ടി. ആ പെണ്ണ് 2 വർഷമായിട്ട് യന്ത്രം കെട്ടിയിട്ട് ചന്ദ്രനിൽ കുത്താനുള്ള പരിശീലനത്തില്. ഒരൊറ്റ രാത്രി കൊണ്ട് ചന്ദ്രനിൽ പോയി കാല് കുത്തിയിട്ട് ഒരൊറ്റ മനുഷ്യരേ ഉള്ളൂ, നബിയുനാ റസൂലുള്ളാഹി. ഒരു പരിശീലനം വേണ്ട. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്ത്. ഭൂമി എന്ന് പറയുന്ന ഗോളത്തിന് ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ചന്ദ്രന് കാലുകുത്തിയ മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യൻ പോലും അമ്പരപ്പോടെ നോക്കിയിട്ട് പറഞ്ഞെന്താ? ആരാ നീൽ ആംസ്ട്രോങ്? ആരാ? ആദ്യമായിട്ട് അപ്പോളോ വാഹനത്തിന്റെ 8ാമത്തെ പടിയിൽ നിന്ന് 9ാമത് കാലെടുത്ത് വെച്ചത് ചന്ദ്രനിലേക്കാ. ചന്ദ്രന്റെ കാല് കുത്തുമ്പോ നീൽ ആംസ്ട്രോങ് ആദ്യം കുത്തിയ കാല് ഇടത്തെ കാലാണ് കുത്തിയത്. ദൈവത്തോടുള്ള വിരോധം കാരണത്താൽ, ദൈവവിശ്വാസിയല്ലേ വലത്തെ കാല് കുത്തും. ദൈവത്തോടുള്ള വിരോധം കാരണത്താൽ ഇടത്തെ കാല് കുത്തിയിട്ട് നീൽ ആംസ്ട്രോങ് ചന്ദ്രൻ ഇറങ്ങുമ്പോ ആ നീൽ ആംസ്ട്രോങ് 48 മിനിറ്റിലാണ് ചന്ദ്രന് നിന്നത്. അവസാനം തിരിച്ചു വന്നപ്പോ പത്തലേഖരോട് നീൽ ആംസ്ട്രോങ് പറഞ്ഞിരണ്ടാ, ദൈവത്തോടുള്ള അന്ധമായ വിരോധം കാരണത്താൽ ഇടത്തെ കാല് കുത്തി ചന്ദ്രൻ ഇറങ്ങിയവൻ പറഞ്ഞിരണ്ടാ, 48 മിനിറ്റ് ഞാൻ ചന്ദ്രനെ നോക്കി നിന്നു. ആംസ്ട്രോങ്ങിന്റെ വാക്കുകളെ കടമെടുത്ത് പറഞ്ഞാൽ കളിപ്പാട്ട കടയിൽ കയറിയ കൊച്ചുകുട്ടിയെ പോലെ എന്തെന്നറിയാതെ അവിടുത്തെ സിറ്റി വൈഭവം കണ്ട് ഞാൻ നോക്കി നിന്നെന്ന് സാക്ഷാൽ നീൽ ആംസ്ട്രോങ് പോലും പറഞ്ഞു പോയാ ഈ പ്രപഞ്ചത്തിന്റെ പ്രതിഭാസമില്ലേ സഹോദരങ്ങളെ? പടച്ചറപ്പിനെ തിരിച്ചറിയണോ? ഈ ഭൂമിയിൽ മാന്യനായി ജീവിക്കണോ? പടച്ചറപ്പ് ഭൂമിയെ കുറിച്ച് പറഞ്ഞത് മാത്രം കേട്ടാ മതി. എന്താ ഭൂമി എന്നറിയോ? ആ ഭൂമിക്ക് 3 പ്രത്യേകതയുണ്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഇനി പ്രപഞ്ചത്തിന്റെ വിശാലതയിൽ ഒരേ ഒരു ഗോളമായ ഭൂമി, ആ ഭൂമിക്ക് 3 പ്രത്യേകതയുണ്ട്. എത്ര പ്രത്യേകത? ഭൂമിക്ക് എത്ര പ്രത്യേകത? 3. വലുത് കെട്ടിട്ട് പോകാനല്ല, ഒരു വിഷയം ഖുർആൻ വിശാലമായി പറയുന്ന ഒരു വിഷയം. ഭൂമിക്ക് എത്ര പ്രത്യേകത? 3 പ്രത്യേകത. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹവ്വാ ബീവി റളിയല്ലാഹു തആല സ്വർഗ്ഗത്തിൽ പ്രവേശിക്കപ്പെട്ടു. വിലക്കപ്പെട്ട കനി കഴിച്ചു. അവസാനം അല്ലാഹുവിന്റെ മുമ്പിൽ പൊട്ടിക്കരയാൻ തുടങ്ങി. അല്ലാഹുവേ 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 ഖാലാ റബ്ബനാ ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. അല്ലാഹുവേ 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 റബ്ബനാ ظلمنا أنفسنا, പടച്ചവനെ നീ ചെയ്യരുതെന്ന് പറഞ്ഞത് ചെയ്തു പോയി. വഇല്ലം തഗ്ഫിർ ലനാ, നീ ഞങ്ങളോട് പുറത്തു തന്നില്ലെങ്കിൽ, വതർഹംനാ, നീ ഞങ്ങളോട് കരുണ കാണിച്ചില്ലെങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ ഏറ്റവും വലിയ നഷ്ടവാളികളാകും. അല്ലാഹുവേ 300 വർഷക്കാലം തന്റെ മുമ്പിൽ നിന്ന് പൊട്ടിക്കരഞ്ഞ ആദം നബിയോട് ഹവ്വാ ബീവിയോട് ആദ്യത്തെ മനുഷ്യനെ സ്വർഗ്ഗത്തിൽ നിന്ന് ഭൂമിയിലോട്ട് പറഞ്ഞു വിടുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ ഭൂമിയെ പരിചയപ്പെടുത്തുകയാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ ഓതി പറയുകയാണ്, അല്ലാഹ് പറയുകയാണ്, നിങ്ങൾ പോകേണ്ടത് ഭൂമിയിലേക്കാണ്. ആ ഭൂമിയുടെ പ്രത്യേകതയേടാ, വലക്കും ഫിൽ അർളി മുസ്തഖറുൻ വമതാഉൻ ഇലാഹി. ആ ഭൂമിയിൽ പോയി ഒരു നിശ്ചിത കാലം നിങ്ങൾ താമസിച്ചു കൊള്ളുക. എന്നിട്ട് സഹോദരങ്ങളെ, അല്ലാഹു ഭൂമിയുടെ അടയാളം പറഞ്ഞിരണ്ടാ, ഞാൻ പറഞ്ഞതല്ല, അഹ്മദ് കബീറിന്റെ വാക്കല്ല, അല്ലാഹു തന്നെ പറയുകയാണ്. കാല ഫീഹാ
തഹ്യൗന വഫീഹാ തമൂതൂന വമിൻഹാ തുഖ്റജൂൻ. അല്ലാഹ് പറയുന്ന ആദമേ ഹവ്വ ദമ്പതികളെ അലൈഹിമുസ്സലാത്തു വസ്സലാം, ഭൂമി എന്ന ഗോളത്തിലേക്ക് നിങ്ങൾ പോയിക്കൊള്ളുക. ആ ഭൂമി എന്ന ഗോളത്തിന്റെ പ്രത്യേകത എന്താ? ഫീഹാ തഹ്യൗന, ആ ഭൂമിയിലാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. വഫീഹാ തമൂതൂന, ആ ഭൂമിയിലാണ് നിങ്ങൾ മരിക്കേണ്ടത്. വമിൻഹാ തുഖ്റജൂൻ, ആ ഭൂമിയിൽ നിന്നാണ് നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കേണ്ടത്. ഭൂമിക്ക് 3 പ്രത്യേകത. അത് 3 പറയുമ്പോൾ ഖുർആന്റെ പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗം തീരും ഇൻഷാ അല്ലാഹ്. സൂറത്തുൽ അഅറാഫ്. ഫീഹാ തഹ്യൗന, ആ ഭൂമിയിൽ ജീവിക്കുക. ജീവിക്കേണ്ട സ്ഥലം ഭൂമി. എങ്ങനെ ജീവിക്കണം? ഇൻഷാ അല്ലാഹ് വഴിയാണ്. 2 വഫീഹാ തമൂതൂന, അവിടെയാണ് മരിക്കേണ്ടത്. എങ്ങനെ മരിക്കണം? നമ്മുടെ മരണവും ഭൂമിയും തമ്മിലുള്ള ബന്ധം എന്താ? ഇൻഷാ അല്ലാഹ് കേൾക്കേ. വമിൻഹാ തുഖ്റജൂൻ, അവിടെ നിന്നാണ് പിന്നെ പൊന്തി പോവേണ്ടത്. ഇവിടെ നിങ്ങളൊരു കാര്യം ചിന്തിച്ചോളീൻ. ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പായി, സ്വർഗം ഭൂമിയിലല്ല. ആണോ? സ്വർഗം ഭൂമിയിലാണോ? അല്ല. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിൽ നിന്ന് ആദം നബിയെ പുറത്തുവിടുമ്പോൾ അല്ലാഹ് പറയില്ല വലക്കും ഫിൽ അർളി, ഭൂമിയിൽ നിന്നൊരു ഗോളമുണ്ടെന്ന് രണ്ടാമത് പരിചയപ്പെടുത്തി കൊടുക്കൂല. അപ്പൊ സ്വർഗം എവിടെയാ? എവിടെയാ? മേളിൽ തന്നെ. ആര് പറഞ്ഞു? സ്വർഗം മേളിൽ തന്നെ. ആര് പറഞ്ഞു? മുകളിൽ തന്നെ. ആര് പറഞ്ഞു? പറഞ്ഞിരിക്കട്ടെ. മോനെ ആർജവത്തോട് പറയണം എന്റെ ഖുർആൻ പറഞ്ഞു എന്ന് പറയണം. ഏത് സയന്റിസ്റ്റും വരട്ടെ, നമുക്ക് പറയാം എന്റെ ഖുർആൻ പറഞ്ഞു സ്വർഗ്ഗം ആകാശത്താണ്. وَلَقَدْ رَآهُ نَزْلَةً أُخْرَى عِندَ سِدْرَةِ الْمُنتَهَى عِندَهَا جَنَّةُ الْمَأْوَى. അള്ളാഹുവിന്റെ റസൂലിന്റെ മിഅ്റാജിന്റെ യാത്ര പറയുമ്പോ അള്ളാഹ് പറയുകയാണ്, ഭൂമിയിൽ നിന്ന് ആകാശത്തിന്റെ സപ്തമാനങ്ങളും താണ്ടിക്കടന്ന ആത്മീയ നായകന്റെ ആത്മകക്ഷത്തിന്റെ അത്ഭുത യാത്രയുടെ കഥ പറയുമ്പോ അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ആകാശത്ത് വെച്ച് ജിബ്രീലിനെ കണ്ടു. എവിടെ വെച്ചാ കണ്ടത്? ഇന്ദ സിദ്റത്തിൽ മുന്തഹ. സിദ്റത്തുൽ മുന്തഹയിൽ വെച്ച് ജിബ്രീൽ മറുപടി പറയുന്നു, നബിയേ തഖദ്ദം യാ ഹബീബി ലാ തഖബ് അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമ. നബിയേ, ഇത് സിദ്റത്തുൽ മുന്തഹയാണ്. ഇതിന്റെ അപ്പുറത്തേക്ക് വരാൻ ജിബ്രീലിന് കഴിയില്ല. എന്താ സിദ്റത്തുൽ മുന്തഹ? ഈ ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് ഒരു വസ്തു പോയാൽ ആ വസ്തുവിന് പരമാവധി എവിടം വരെ എത്താമോ ആ സ്ഥലത്തിന്റെ പേരാണ് സിദ്റത്തുൽ മുന്തഹ. അതിന്റെ തൊട്ടടുത്താണ് ഇൻദഹാ ജന്നത്തുൽ മഅ്വാ. അതിന്റെ തൊട്ടടുത്താണ് സ്വർഗമുള്ളതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ 1000 വട്ടം ആവർത്തിച്ച് പറയുക. ആകാശലോകത്തിന്റെ ഉപരിലോകത്താണ് സ്വർഗമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. സിദ്റത്തുൽ മുന്തഹ ഏതായാലും നബികൾ മേപ്പോട്ടാണല്ലോ മിറാജ് പോയത്. ആണല്ലോ. സ്വപ്നമല്ല എന്ന് വിശ്വസിക്കുന്നെങ്കിൽ, നല്ല മുമ്പിലാണെങ്കിൽ നേരെ മേപ്പോട്ടാ പോയത്. മുകളിലോട്ട് പോയി എവിടം വരെ? ഇന്ദ സിദ്റത്തുൽ മുന്തഹ. മുകളിലോട്ട് പോകുന്ന ഒരു വസ്തു പരമാവധി അവിടം വരെ പോകും, അവിടെ വെച്ച് നിൽക്കും. അതിന്റെ തൊട്ടടുത്താണ് ഇൻദഹാ ജന്നത്തുൽ മഅ്വാ. ഇൻദഹാ ജന്നത്തുൽ മഅ്വാ. അല്ലാഹു അലമിസ്. അല്ലാഹു നല്ല ബോധം നൽകട്ടെ. അല്ലാഹു നല്ല ബോധം നൽകട്ടെ. അല്ലാഹു പറഞ്ഞു, ഈ ഭൂമിയെ നീ മാന്യമായി നിനക്ക് ജീവിക്കാനുള്ള സ്ഥലം. അല്ലാഹു ഭൂമിയിൽ മാന്യമായി ജീവിക്കാൻ മനുഷ്യരെ നമ്മളോട് ആവശ്യപ്പെടുന്നു. നമ്മുടെ ജീവിതം മാന്യമാണ്. നമ്മുടെ ജീവിതം മാന്യമാണ്. ശരി, ഇനി നമുക്ക് ഫീഹാ തഹ്യൗന അത് മാത്രം ചർച്ച ചെയ്യാം. നമ്മുടെ ഹയാത്ത് ഭൂമിയിലാണ്. അല്ലാഹു നല്ല ഹയാത്ത് തരാം. അല്ലാഹ് പറഞ്ഞു, ഭൂമിയിൽ ജീവിക്കുമ്പോൾ നീ ഒരു കാര്യം ചെയ്യണം. ഭൂമിക്കൊരു പ്രത്യേകത ഉണ്ട്. എന്താ സാധനം? ഭൂമി വെള്ളത്തിന്റെ മുകളിലാണ്. ഭൂമി പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട്? വെള്ളത്തിന്റെ മുകളിലാണ്. ആ വെള്ളത്തിന്റെ മുകളിൽ കിടക്കുന്ന ഒരു സാധനം, ആ സാധനം എപ്പോഴും ആടിക്കൊണ്ടിരിക്കും. ഇപ്പൊ വെള്ളം നിറച്ചൊരു ബക്കറ്റിൽ റബ്ബർ പന്ത് കൊണ്ടുവിട്ടാൽ അവസ്ഥ ഉണ്ടാവും. അതിങ്ങനെ ആടും. വെള്ളത്തിന്റെ മുകളിൽ കിടക്കുന്ന ഒരു സാധനം ആടും. അതൊരു കായിക പുല്ലിയാണ്. അതൊരു പൊതു നിയമമാണ്. വെള്ളത്തിന്റെ മുകളിൽ നിൽക്കുന്ന ഏതൊരു സാധനം ആടും. 7 മണിക്ക് നിങ്ങൾ ആടുന്ന കണ്ടിട്ടില്ലേ? അതും വെള്ളത്തിന്റെ മുകളിലാണ്. അതൊരു കായിക പുല്ലിയാണ്. വെള്ളത്തിന്റെ മുകളിൽ കിടക്കുന്ന ഒരു സാധനം ആടുക എന്നുള്ളത് ഒരു കായിക പുല്ലിയാണ്. അതൊരു പൊതു നിയമമാണ്. 7 മണി കഴിഞ്ഞ് അതകത്തോട്ടായ പിന്നെ അവൻ അതേപോലെ ബാലൻസ് തെറ്റി. ഖുർആന്റെ ഒരൊറ്റ ആയത്ത് സൂറത്തുൽ മുൽക്ക് എന്ന് ഓതന സൂറത്താണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹ് പറഞ്ഞു, ഈ ഭൂമിയെ ഞാൻ വെച്ചിരിക്കുന്ന ഒരു വെള്ളത്തിന് മുകളിൽ ആടുന്ന സാധനമായിട്ടാണ്. ഏത് സമയത്തും ഈ ഭൂമിയെ അതിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകും.
വെള്ളത്തിന് മുകളിൽ വെച്ചിരിക്കുന്ന ഒരു ഗോളം, അതാണ് ഭൂമി ഗോളാകൃതിയാണല്ലോ. ധ്രുവങ്ങളിൽ മെല്ല് പരന്ന് മുകളിൽ ധ്രുവത്തുപ്പി അണഞ്ഞ് ആട്ടിക്കയും അണ്ടാട്ടിക്കയും മേളിൽ താഴെ നിൽക്കുന്ന ഒരു സാധനമാണ് ഭൂമി. ആ സാധനം വെള്ളത്തിന്റെ മുകളിൽ കിടക്കുന്ന ഒരു പെണ്ണുങ്ങൾ ഇങ്ങോട്ട് നോക്ക്, ശാസ്ത്രം തന്നെ കേൾക്ക്. ഈ ഭൂമിയുടെ ബാലൻസ് ഉടനെ നിന്നെ കറങ്ങും. എന്റെ പൊന്നു പെങ്ങളെ, നീ എന്ന് മാറിയോ നീ ബാലൻസ് വിടും ഭൂമിയിൽ. ഇത് വെറുതെ ഞാൻ പറയുന്നല്ല ഖുർആൻ, വെറുതെ ഞാൻ പറയുന്നല്ല ഖുർആൻ. നിങ്ങൾക്ക് മനസ്സിലാകുമെങ്കിൽ മനസ്സിലാക്കി. ആ സാധനത്തെ അള്ളാഹ് പറഞ്ഞു, ഞാൻ ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കണം, ഞാൻ എന്റെ വിടലങ്ങോട്ട് വിടും. അള്ളാഹ് പറയുകയാണ്, ഹുവല്ലദീ, അള്ളയാരെന്നറിയോ, പടച്ചറപ്പാരെന്നറിയോ? ഈ പച്ചമണ്ണിൽ നിന്ന് പടച്ചെടുത്ത പടച്ചറപ്പിനെ തന്നെയാണ് സത്യം. ആഘോഷങ്ങളുടെ മുകളിലൂടെ ആടിത്തീർക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, ഈ ഭൂമി ആസ്വദിക്കാനുള്ളതാണ്. മതത്തിന്റെ നിയമങ്ങളെ കാറ്റിൽ പുറത്തി പണ്ഡിതന്മാരെ പുരോഗമനത്തിന്റെ പുറംവാതിൽ അടഞ്ഞു നിൽക്കുന്ന ഉൾപ്രശ്നുക്കളാക്കി മാറ്റി ഈ ഭൂമി ആസ്വദിക്കാനുള്ളതാണ്. ഈറിന്റെ രാത്രികൾ മുഴുവൻ നുരഞ്ഞു പൊന്നുന്ന ഗ്ലാസുകളുമായി ചിയേഴ്സുകളിൽ ചാടിത്ത മറിച്ച ഫുട്ബോൾ മാമാങ്കത്തിലെ കാളപ്പൂട്ടിനും പോയി ഈ ദുനിയാവ് ആസ്വദിക്കാനാണെന്ന് കരുതിയവരോട്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫുട്ബോൾ മാമാങ്കം നടത്തി അവസാന കത്തിക്കുത്തുണ്ടായിട്ട് പിരിയാനില്ല. പൊന്നുപങ്ങള്, വെറുതെയല്ല ഭാര്യ എന്ന ലോകത്തിന്റെ ആവാസത്തിന്റെ ചാനലില് സ്വന്തം ഭർത്താവിന്റെ കൈപിടിച്ച് അരക്കൈപ്പോട്ട് വസ്ത്രമില്ലാതെ ആടിത്തി നിൽക്കാനല്ല. ലോട്ടറി കച്ചവടക്കാരന്റെ പുറകെ പോയി ലോട്ടറി എടുത്തിട്ട് കോടികളുടെ വീട് പണിയാനല്ല, പലിശ കച്ചവടം നടത്താനല്ല. കോടികൾ വെച്ചിട്ട് ഈ ഭൂമിയുടെ മുകളിൽ കിടന്ന് അമ്മാനമാടുമ്പോ അള്ളാഹ് പറയാണ്, ബുദ്ധിയില്ലാത്തവനെ നിനക്ക് ഓർമ്മയുണ്ടോ? അള്ളാഹ് ആരെന്നറിയോ? അല്ലദീ ജഅലലകുമുൽ അർള ദലൂലാ. ഇളകിയാടുന്ന ഭൂമിയെ അള്ളാഹ് പറയുന്ന 66,88,10,000 ചതുരശ്ര കിലോമീറ്റർ വിശാല വിസ്തൃതമായ ആർട്ടിക്കും അന്റാർട്ടിക്കും പസഫിക്കും ഇന്ത്യൻ മഹാസമുദ്രവും അറ്റ്ലാന്റിക്കും ഒക്കെ അടങ്ങുന്ന തിരമാലകൾ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റ് ചിതറി വീശുന്ന പർവ്വതങ്ങൾ തുള്ളിത്തെറിക്കുന്ന ഭൂമിയില്ലേ, ആ ഭൂമിയെ ഒരു വേട്ടമൃഗത്തോടാണ് അല്ലാഹുവിന്റെ ഖുർആൻ ഉപമിക്കുക. ഈ ഭൂമി ഒരു വേട്ടമൃഗമാണ്. വേട്ടയാടുന്ന നായക്ക് ലൈസൻസ് ഇല്ലാത്തതുപോലെ തുടരടിച്ചു വിട്ട ഓടിപ്പാഞ്ഞു പോകുന്ന വേട്ടനായെ പോലെ തുടരെങ്ങാനും അടിച്ചു വിട്ട നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയാ, ആ സമയത്ത് നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയാ വേട്ടനായെ പോലെ തുള്ളിച്ചാടുന്ന ഭൂമിയാണിടെ. ഹുവല്ലദീ ജഅലലകുമുൽ അർള ദലൂലാ. ഈ ഭൂമിയെ ഒരു ഇണങ്ങിയ മൃഗത്തെ പോലെ നിങ്ങൾ കാക്കിത്തന്നത് ഞാനല്ലയോ? അല്ലാഹുവിന്റെ ഖുർആൻ വാഴ്ത്തപ്പെടട്ടെ. അല്ലാഹ് ചോദിക്കുകയാണ്, ഈ ഭൂമിയെ ഇണങ്ങുന്ന ഒരു മൃഗത്തെ പോലെ നിങ്ങൾ കാക്കിത്തന്നത് ഞാനല്ലയോ? സഹോദരങ്ങളെ, നിയന്ത്രണമില്ലാത്ത കുതിര, കുതിച്ചോടുന്ന കുതിര, ലക്ഷ്യബോധമില്ലാത്ത കുതിര, അങ്ങനെ ഓടുന്ന ഭൂമിയെ അല്ലാഹു കുതിരത്ത് കൊണ്ട് പിടിച്ചു നിർത്തി തന്നിരിക്കുകയാ. എന്തിനെന്നറിയോ? ഫംശൂഫി മനാകിബിഹാ. ഈ ഭൂമിയുടെ മുകളിൽ ജീവിക്കാൻ വേണ്ടി, നിങ്ങൾ ഈ ഭൂമിയുടെ മുകളിൽ ജീവിക്കാൻ വേണ്ടി, അതോടൊപ്പം തന്നെ ആവർത്തിച്ച് ഈ വാക്കിനടിവരയിടുക. സഹോദരങ്ങളെ, ഈ ഭൂമിയുടെ മുകളിൽ അല്ലാഹു വെച്ചിരിക്കുന്ന ഭക്ഷണം നിങ്ങൾ കഴിക്കാൻ വേണ്ടി, സൂറത്തുൽ മുൽക്കിന്റെ ആയത്താണ്. നിങ്ങൾ മാന്യമായ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഏത് ഭക്ഷണമാണ് കഴിക്കേണ്ടത്? ഖുർആൻ തന്നെ പറയട്ടെ, യാ അയ്യുഹല്ലദീന ആമനൂ കുലൂ മിനത് തയ്യിബാതി വഅമലൂ സാലിഹാ. ഈ ഭൂമിയുടെ മുകളിൽ നിങ്ങളുടെ സമ്പാദ്യം ഹലാലായിരിക്കണം. എന്നാണോ സമ്പാദ്യം ഹലാലാവാതിരിക്കുക? പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, സഹോദരങ്ങളെ, എന്നാണോ സാമ്പത്തിക സ്രോതസ്സിന്റെ വിശുദ്ധി നഷ്ടപ്പെടുക? ആ സമയത്ത് ഈ ഭൂമി വേട്ടമൃഗത്തെ പോലെ തുള്ളിച്ചാടുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. കാരണം എന്താ?
കാരണം എന്താ? പലിശ കച്ചവടക്കാരൻ അധികരിക്കുമ്പോ, കല്ല് കച്ചവടക്കാരൻ അധികരിക്കുമ്പോ, സ്വന്തം പെങ്ങളെ വിൽക്കുന്നവൻ അധികരിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കോഴിക്കോട് ടൗണിൽ പെൺവാണിഭം നടന്നു. 45 വയസ്സുള്ള സുമയ്യ എന്ന പെണ്ണിനെ അറസ്റ്റ് ചെയ്തു. അവളുടെ കൂടെ അറസ്റ്റ് ചെയ്യപ്പെട്ട പെണ്ണാരാ? 12 വയസ്സുള്ള പൊന്നുമോളാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. കോഴിക്കോട് ജില്ലയിൽ ഇസ്ലാമിക സാംസ്കാരിക ലോകത്തിൽ നടന്ന കോഴിക്കോട് ജില്ലയുടെ ഹൃദയഭാഗത്ത് അപ്പാർട്ട്മെന്റിൽ പെൺവാണിഭം നടന്ന് സുമയ്യ എന്ന മാതാവിനെ അറസ്റ്റ് ചെയ്തു. കൂടെ അറസ്റ്റ് ചെയ്യപ്പെട്ടത് 12 വയസ്സുകാരി. പെൺവാണിഭത്തിന് അറസ്റ്റ് ചെയ്ത പെണ്ണിനോട് പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിച്ചപ്പോ പറഞ്ഞതെന്താ? എന്റെ സ്വന്തം അമ്മയാണ്, എന്റെ സ്വന്തം ഉമ്മയാണ്. 9 മാസം എന്നെ ഗർഭം ചുമന്ന് മരണത്തിന് സമാനമായ വേദന സഹിച്ചെന്നെ പ്രസവിച്ച എന്റെ ഉമ്മയാണ്. ബാക്കിയുള്ളവൻ എന്നെ കൂട്ടിക്കൊടുത്തതെന്ന് പറഞ്ഞ് 12 വയസ്സുള്ള പൊന്നുമോളെ കൂട്ടിക്കൊടുത്തിട്ട് സമ്പാദ്യമുണ്ടാക്കുന്ന പോറ്റുമ്മയുടെ നാട്ടിൽ ജീവിച്ചിരിക്കുമ്പോ, പോറ്റുമ്മയുടെ കാലത്ത് ജീവിച്ചിരിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആവർത്തിച്ച് ഞാൻ മുന്നറിയിപ്പ് നൽകുകയാണ്. ഇൻഷാ അല്ലാഹ് വല്ലപ്പുഴയിൽ അഹമ്മദ് കബീർ ഇനി പറയാൻ പറ്റിയില്ലെങ്കിൽ നാളെ ഞാൻ മരിച്ചു എന്നുള്ള വാർത്തയാണ് കേട്ടതെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അല്ലാഹു അമാനത്തായിട്ട് തന്ന ഭർത്താവിന്റെ കൈ പിടിച്ച് ഇന്റർനെറ്റിന്റെ കഫേകളിലോ റിയാലിറ്റി ഷോയുടെ ചാനലുകളിൽ ഉണ്ടാക്കി അവിടെ നിന്ന് കിട്ടുന്ന സമ്പാദ്യം ഹറാമാണെന്ന്, ആ സമ്പാദ്യത്തിന്റെ പേരിലാണ് ഈ ഭൂമി ഉറഞ്ഞു തുള്ളുന്നതെന്ന്, ഈ ഭൂമിയിൽ ഭൂകമ്പം ഉണ്ടാകുന്നതെന്ന് ഞാൻ പറഞ്ഞതല്ലല്ലോ. ഇതേവരെ കള്ളം പറഞ്ഞിട്ടില്ലാത്ത മുഖബിറെ സാദിഖ് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്താ? ഇദാ നഗറ ഫീ ഖൗമിനി സിനാ വരിബാ അഹല്ലല്ലാഹു ബി അൻഫുസിഹിം അദാബാ. ഇദാ നഗറ ഫീ ഖൗമിനി സിനാ, ഒരു സമൂഹത്തിൽ വ്യഭിചാരം വ്യാപകമായാൽ, വരിബാ പലിശയും വ്യാപകമായാൽ, ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക, ഒരു സമൂഹത്തിൽ വ്യഭിചാരം വ്യാപകമായാൽ, പ്രത്യക്ഷമായാൽ, വരിബ പലിശയും പ്രത്യക്ഷമായാൽ, അഹല്ലല്ലാഹു ബി അൻഫുസിഹിം അദാബാ, ആ സമൂഹത്തെ അല്ലാഹു ശിക്ഷയ്ക്ക് വിധേയമാക്കുമെന്ന്, അവരെയാണ് ഭൂമി മീമേൽ മറിഞ്ഞിട്ട് നശിപ്പിക്കുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഈ ഭൂമി ഉറഞ്ഞു തുള്ളുന്നത് എപ്പോഴാ? ഈ ഭൂമിയിൽ ഭൂകമ്പം ഉണ്ടാകുന്നത് എപ്പോഴാ? ആ ഭൂമിയിലെ കടുവ നശിക്കുമ്പോഴല്ല, കാട്ടുപോത്ത് നശിക്കുമ്പോഴല്ല, ആനക്ക് മതമിളകുമ്പോഴല്ല, മനുഷ്യന് മതമിളകുമ്പോഴാണെന്ന്, പണത്തിനു വേണ്ടി എന്ത് ചെയ്യാനവൻ തയ്യാറാകുമ്പോഴാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ വാഴ്ത്തപ്പെടട്ടെ, അല്ലാഹുവിന്റെ റസൂൽ വാഴ്ത്തപ്പെടട്ടെ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിയുടെ ഹദീസ് നിങ്ങളൊന്ന് വിചാരിക്കരുത്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എത്രയോ ചെറുപ്പക്കാർ ദുആ ചെയ്യുന്നുണ്ട്. ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദെ ലോകാവസാനത്തിന്റെ വാത് കേട്ട അന്ന് പോലെ എന്റെ വീട്ടിൽ സീരിയലേ ഇല്ല, ഉമ്മയും എന്റെ ഭാര്യയും പെങ്ങളും എല്ലാം അങ്ങോട്ട് നിർത്തി. അല്ലാഹു നല്ല ബോധം നിലനിർത്തി തരട്ടെ. ഈ ഭൂമിയെ നിലനിർത്തി ജീവിപ്പിക്കേണ്ടത് നമ്മളാണ്. ഈ ഭൂമി കുലുങ്ങും, ഈ ഭൂമി കുലുങ്ങും, ഉറപ്പ്. ഈ ഭൂമി കുലുങ്ങും. ആർക്ക് വേണ്ടി? ഒന്ന് സിന. ഇവിടെ നബിതങ്ങൾ പറഞ്ഞ വാക്ക് നിങ്ങൾ ഇദാ ലഹറ, പ്രത്യക്ഷമായാൽ നല്ല, വ്യഭിചരിച്ചാലും അല്ല. ആണോ വൈസി? അല്ല. ഇദാ ലഹറ പ്രത്യക്ഷപ്പെട്ടാണ്. അതിന്റെ അർത്ഥം എന്താ? പ്രത്യക്ഷമായിട്ട് വ്യഭിചരിക്കും. അതൊരു കുറ്റമാണ്, ആർക്കും തോന്നില്ല. ആ ഒരവസ്ഥയിലെത്തും. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ ആരും അറിയാതെ ചെയ്യുന്നവരാ, ആരും അറിയാതെ ചെയ്യുക. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞാ ഈ ഭൂമി തകരും, ഈ ഭൂമിയുടെ നിയന്ത്രണം അല്ലാഹു വിട്ടുകളയും, ഈ ഭൂമി നിങ്ങളെയും കൊണ്ട് കീഴ്മേൽ മറിയും. എപ്പോഴാ മറിയുക? വ്യഭിചാരം പ്രത്യക്ഷമായി കഴിഞ്ഞാൽ. വ്യഭിചരിച്ചാലെന്നല്ല, വ്യഭിചരിച്ചാലെന്നല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ? കഴുതകൾ ഭോഗിക്കുന്നത് മാതിരി, വിവരമില്ലാത്ത കഴുത ആണും പെണ്ണും തമ്മിൽ ഭോഗിക്കുന്നത് മാതിരി, വടികൂടെ കടന്നു പോകുന്ന കഴുത, ആ കഴുതക്ക് വികാരമുണ്ടായാൽ അടുത്ത് കാണുന്ന കഴുതയുടെ പുറത്ത് കയറുന്നത് പോലെ പെടക്കോടി ആങ്കോടി പൂവങ്കോടി പെടക്കോടി ആളുകളുടെ മുമ്പിൽ വെച്ച് പ്രാപിക്കുന്നത് പോലെ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, കഴുതകൾ ഭോഗിക്കുന്നത് പോലെ മനുഷ്യനവന്റെ വികാരം തീർക്കുന്ന ഒരു കാലം വരും. ഏതുവരെ എന്നറിയോ? പട്ടാപ്പകൽ വെളിച്ചത്തിൽ പരസ്യമായി, പട്ടാപ്പകൽ
പരസ്യമായി മനുഷ്യൻ വ്യഭിചരിക്കും പൊതു റോഡിൽ കിടന്ന്. ആ സമയത്ത് ആ നാട്ടിലെ ഏറ്റവും ഈമാനുള്ള മനുഷ്യന് അതിലൂടെ കടന്നു വന്നാൽ ആ മനുഷ്യൻ പറയും നിങ്ങൾ വ്യഭിചരിക്കരുത് എന്ന് പറയില്ല, ഇത് അധർമ്മമാണെന്ന് പറയില്ല. ആ നാട്ടിലെ ഏറ്റവും തക്കവയുള്ള മനുഷ്യൻ പറയും ആളുകൾ വരുന്ന സ്ഥലത്ത് നിന്ന് മാറിയിട്ട് ആളില്ലാത്ത പൊന്തക്കാട്ടിൽ നിങ്ങൾക്ക് പോയി കൂടെ. ഒന്ന് ആലോചിച്ചു നോക്ക്, ഈമാനുള്ള ഏറ്റവും ഈമാനുള്ള മനുഷ്യൻ പറയുന്നത് എന്താ? നിങ്ങളൊന്ന് പരസ്യമായിട്ട് തയ്യാറ് രഹസ്യമായിട്ട് ചെയ്തുകൂടെ എന്ന് പറയുന്ന അവസ്ഥയിൽ വ്യഭിചാരം നടുറോഡിൽ കിടന്ന് വ്യഭിചരിക്കുന്ന കാലം വരുമെന്ന്. നടുറോഡിൽ കിടന്ന് വ്യഭിചരിക്കുന്ന കാലം വരും. ഏതുവരെ? ജിഹാറിനെ പട്ടാപ്പകല് വ്യഭിചാരം നടക്കും ആളുകളുടെ മുമ്പിൽ വെച്ച്. എവിടെയാ ഉസ്താദേ? വല്ലപ്പുഴയിൽ നടന്നിട്ടില്ലല്ലോ. സഹോദരങ്ങളെ, കേരളത്തിലെ ഏത് പെൺമാണിമ നടന്നത് ഫ്ലാറ്റിൽ വെച്ചാ? ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലാറ്റിൽ 100-300 ആളുകൾ താമസിക്കുന്നതല്ലേ? പട്ടാപ്പകല് 300 ആളുകൾ നിൽക്കുമ്പോ തൊട്ടടുത്ത ഫ്ലാറ്റിൽ ആളുകൾ താമസിക്കുമ്പോ ഇപ്പോഴത്തെ ഫ്ലാറ്റിൽ പട്ടാപ്പകല് വ്യഭിചാരം നടക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇതേവരെ പ്രവാചകൻ പറഞ്ഞ് തെറ്റിയിട്ടില്ല. ഇത് കാണുമ്പോഴാണ് ഭൂമിക്ക് പോലും നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുന്നതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി തങ്ങൾ പറഞ്ഞ ഫ്ലാറ്റിലെ വ്യഭിചാരം. ഫ്ലാറ്റിലെ വ്യഭിചാരം ഒരു ഫ്ലാറ്റിൽ എത്ര പേരുണ്ടോ? 100-300 എണ്ണം ഉണ്ടാവുമല്ലോ. അവരപ്പുറം താമസിക്കുമ്പോഴാണ് ഇപ്പോഴേ ഈ കർമ്മം നടക്കുക. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇതൊന്നും അല്ലെങ്കിലും പരസ്യ വ്യഭിചാരമല്ലേ നടക്കുക. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ ദുഃഖസ്ഥാനത്തിന്റെ സ്പർശനം മാത്രമല്ലല്ലോ. 7 മണി മുതൽ 9:30 വരെ മിക്ക വീട്ടിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന തനി വ്യഭിചാരം തന്നെ. അല്ലാന്നർക്കോ 7 മണി മുതൽ 9:30 വരെ മിക്ക വീട്ടിലും വ്യഭിചാരമാണ്. ഏത് വീട്ടിലെ ഇല്ലാത്തത്? ഇനിയിപ്പോ നിങ്ങൾ എന്നെ ബാഹുദരി വിളിച്ചില്ലേ, കുഴപ്പമൊന്നുമില്ല, എനിക്കൊരു പ്രശ്നവുമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അലൈസമിൻകും റജുലുൻ റഷീദ്, ഒരു സന്മാർഗിയായ പുരുഷൻ ഉണ്ടാവണ്ടേ? 7 മണി മുതൽ 9:30 വരെ കാണുന്നത് പച്ച വ്യഭിചാരമല്ലേ? അള്ളാഹുവിന്റെ മുമ്പിൽ കാലുമാരുടെ കയ്യിൽ പിടിച്ചിട്ട് സവ്വജുത്തുക്ക അംഗകുത്തുക്ക എന്ന് പറഞ്ഞ് മഹറും കൊടുത്ത് വിളിച്ചു കൊണ്ടുപോയ പെണ്ണിനെ അള്ളാഹിനെ സാക്ഷി നിർത്തി, അള്ളാഹിന്റെ റസൂലിനെ സാക്ഷി നിർത്തി, ഇവളെന്റെ ജീവിതത്തിൽ നാളെ സ്വർഗത്തിൽ നിൽക്കേണ്ട ഭാര്യ എന്ന് പറഞ്ഞ് കൈ പിടിച്ചു കൊണ്ടുപോയ പെണ്ണിനെ അരക്കിൽ പോട്ട് വസ്ത്രമില്ലാതെ ആടി തുള്ളിച്ച് അവളുടെ മാംസഭാഗം കണ്ടിട്ട് ഇഷ്ടപ്പെട്ട വോട്ട് ചെയ്തിട്ട് ഫ്ലാറ്റ് മേടിച്ച നാണമില്ല ഭർത്താവിന് പറയാൻ? പച്ച വ്യഭിചാരമല്ലേ, പച്ച വ്യഭിചാരമല്ലേ? തുണി എത്രയാ ഉള്ളത്? തുണി എത്രയാ ഉള്ളത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വ്യഭിചാരത്തിൽ മുസ്ലിം സമുദായം കൂട്ടുനിന്നു. പണ്ഡിതന്മാർ കുറെ പേര് ഫത്വ ഇറക്കി പർദ്ദ ഇട്ടിട്ടും റിയാലിറ്റി ഷോയിൽ അടിമറിച്ചാൽ കുഴപ്പമില്ല. അങ്ങനെ ചില ആളുകളുണ്ടായി, മുഫ്തിമാര്. മുഫ്തിയല്ല, മുഫ്തി. തിരുവനന്തപുരത്ത് ഒരു വലിയ ആളി പുരോഗമനത്തിന്റെ നൂറ്റാണ്ടുകളൊക്കെ ഉണ്ടാക്കിയ ആളുകൾ ഫത്വ കൊടുത്ത് എന്താണെന്നറിയാവോ? റിയാലിറ്റി ഷോയിൽ പർദ്ദ ഇട്ടിട്ട് അഭിനയിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ റബ്ബർ തോട്ടത്തിൽ ഇരുന്നിട്ട് ഒരുത്തൻ കള്ളു കുടിച്ചോണ്ടിരിക്കുക. കൂട്ടുകാരൻ മകൻ ചോദിച്ചു, നല്ല മാനിന്റെ ഇറച്ചി കൊണ്ട് വേണം? അവൻ ചോദിച്ചു, ബിസ്മി പറഞ്ഞ അർത്ഥമാണെങ്കിൽ മതിയില്ലേ, വേണ്ട. കള്ളു കുടിക്കുന്നവരോട് ഇറച്ചി കൊണ്ടുപോയപ്പം ബിസ്മി കൊടുത്തിട്ട് ചെയ്തിട്ട് അറുത്തതാണോ എന്ന് ചോദിച്ച ലാഘവത്വത്തോടെ തല മറച്ചിട്ട് മാംസഭാഗം വെളിയിലിട്ടാണ്. എന്താ സഹോദരങ്ങൾ അവർ അനുഭവിക്കാൻ പോവുക? എന്താ അനുഭവിക്കാൻ പോവുക? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. രണ്ടാമത് അതോടുകൂടി തന്നെ റിബ, ഇത് പറഞ്ഞു നിൽക്കാൻ എനിക്ക് സമയമില്ല. പലിശ വ്യാപകമായി. എങ്ങനെ വ്യാപകമായി? കൂട്ടുകാരൻ പോയിട്ട് കൂട്ടുകാരനോട് ചോദിച്ചത്, 1 ലക്ഷം രൂപ എനിക്ക് കടം തരുമോ? അവൻ പറയണ എന്താണെന്നറിയാവോ? തൽക്കാലത്തേക്ക് എന്റെ കയ്യിലില്ല, ഞാൻ വേറൊരുത്തന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു തരാം, പക്ഷെ അവന് മാസം സംതിങ് എന്തെങ്കിലും കൊടുക്കണം. എന്റെ പേരെന്താ? ഏത് കച്ചവടക്കാരനും പറ്റുന്ന തന്ത്രം അല്ല, നിങ്ങളല്ല കേട്ടോ, വല്ലപ്പുഴയിൽ ഒഴിച്ച് ബാക്കിയുള്ള സർവ്വ കച്ചവടക്കാരും പയറ്റുന്ന തന്ത്രം എന്താ? 1 ലക്ഷം രൂപ ഒരു പാവപ്പെട്ട കടം ചോദിച്ചാൽ എന്റെ കയ്യിലില്ല, ഞാൻ വേറെ ആളിത് വാങ്ങിച്ചു തരാം, പക്ഷെ അവൻ എന്തെങ്കിലും കൊടുക്കണം. ഈ പൈസ എന്റേതാ? പൈസ ഇവന്റേതാ, പൈസ ഇവന്റേതാ. വ്യഭിചാരം തെറ്റല്ല എന്ന് തോന്നുക, പലിശ തെറ്റല്ല എന്ന് തോന്നുക, ലോട്ടറി തെറ്റല്ല എന്ന് തോന്നുക, ലാഘവത്വത്തോടെ അതിനെ ജീവിതം ആസ്വദിക്കും. എന്റെ പൊന്നു സഹോദരിമാരെ, എവിടെ വഴി തെറ്റിയോ? ആദ്യം ചാനലുകാരൻ പിടിച്ചത് ആരെയാ? ചെറുപ്പക്കാരി പെണ്ണുങ്ങള്. 23 വയസ്സ് 25 വയസ്സിന് താഴോട്ട് ആദ്യം പിടിച്ചത്. അതാണ് ഐഡിയ സ്റ്റാർസിന്റെ. എത്ര വരെ? 25 വയസ്സ് വരെയുള്ള പെണ്ണിന് തുണി മാറ്റാൻ പറ്റിയ സമയം. ഞാൻ ഉള്ളത് വച്ചയ്ക്ക് പറയാം. അത് കഴിഞ്ഞ് കിട്ടും. രണ്ടാമതാരായി? ഭാര്യയും ഭർത്താവുമായി അടുത്ത തലമുറയെ പിടിച്ചു. അതും വെളിയിൽ വന്നു. ജൂദായിസത്തിന്റെ നെഹ്റുവിന് ഹാരിസ് പയറ്റിയ തന്ത്രം. മൂന്നാമതാരായി. ഇപ്പൊ അതും വിട്ടു, അവളും വെളിയിലായി.
ഇസ്ലാമിലെ പെണ്ണുങ്ങൾ മുഴുവനും റിയാലിറ്റി ഷോ വ്യാപകമായി. പെണ്ണ് യൂത്ത് വെളിയിലിറങ്ങി. നന്നായിട്ട് മനസ്സിലാക്കി. രണ്ടാമത്, ഞാൻ പറയുന്നത് തെറ്റാണ് നിങ്ങൾ പറഞ്ഞോളൂ, രണ്ടാമത് ഭാര്യയും ഭർത്താവും വീടിന്റെ സ്വകാര്യതയിൽ കഴിഞ്ഞ ഭാര്യയും ഭർത്താവും വെളിയിലായി. മൂന്നാമത് ഇപ്പാരായി? അമ്മയും അമ്മായിയമ്മയായി. പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ സന്ധ്യയാകുമ്പോൾ കേൾക്കും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് തെറ്റാണെങ്കിൽ പറയുന്നത്, ഞാൻ എന്റെ ചിന്തയാണ് പറയും. ഞാനിത് ഇപ്പൊ ഇത് ബുഖാരിയിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഞാനൊരിക്കൽ വെള്ളിയാഴ്ച നബിദിനത്തിൽ പ്രസംഗിക്കുമ്പോൾ ഒരാൾ കൊണ്ട് ചോദിച്ചു, ആ ഹദീസ് ശരിയായില്ല, എന്ത് കുഴപ്പം, അത് ബുഖാരിയിലുണ്ടോ? ഞാൻ പറഞ്ഞു, എന്ത് ബുഖാരിയിലുണ്ടോ ഞങ്ങൾ അംഗീകരിക്കും. ഞാൻ പറഞ്ഞു, നീ ബുഖാരി പറഞ്ഞാൽ അംഗീകരിക്കും. ഉള്ളൂ, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, ഇമാം അബൂ മുഹമ്മദ് ബിൻ ഇസ്മായിൽ റഹ്മത്തുള്ളാഹി റിവായത്തിൽ അത് അംഗീകരിക്കും. അത് അംഗീകരിക്കും. അവിടെ നമുക്ക് അതാണ് ഇമാം ബുഖാരിയുടെ പേര്. അവരതറിഞ്ഞൂടാ. ഞാൻ പറയുന്നത് ഇമാം ബുഖാരിയുടെ പേരാണത്. ഇത് ബുഖാരിയിലുണ്ടോ എന്ന് ചോദിച്ചാൽ സഹോദരങ്ങളെ ഇല്ല. പക്ഷേ ഞാൻ എന്റെ ചിന്ത ഒരു പ്രഭാഷണ രംഗത്തിരിക്കുന്ന ഒരു മനുഷ്യന്റെ ചിന്തയാണ്. ഉസ്താദ് ഇത് കണ്ടിട്ടാണോ എന്ന് ചോദിച്ചാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കണ്ടിട്ടല്ല, ഇത് നിരൂപണമാണ്. ഇത് നിരൂപണമാണ്. അമ്മായിയമ്മയായി. പണ്ട് സന്ധ്യാസമയത്ത് നമ്മുടെ വീട്ടിലൊക്കെ ഒരു വാക്ക് കേൾക്കും, എന്താ? അല്ലാഹു അല്ലാഹു അല്ലാഹ് മാറി. ഇപ്പൊ ആ സമയത്ത് അമ്മായിയമ്മ. ആരാ ഇതിന്റെ ഉത്തരവാദി? എവിടേക്കാണ് ഈ സമൂഹത്തിന്റെ പോക്ക്? അല്ലാഹുവിന്റെ റസൂൽ മുന്നറിയിപ്പ് നൽകിയ ഏറ്റവും ശപിക്കപ്പെട്ട അവസ്ഥയിലേക്ക് സമൂഹം മാറി. ഭൂമി ഇനി കൂടുതൽ കാലം ഇത് കണ്ടുകൊണ്ടിരിക്കില്ല. ഭൂമി കണ്ടുകൊണ്ട് നിൽക്കില്ല. കാരണം ഭൂമിക്ക് മടുക്കുമ്പോഴാണ് ഭൂമി തുള്ളുക. ഖുർആൻ ഞാൻ പറഞ്ഞതല്ല. فأما ثمود فأهلكوا بالطاغية وأما عاد فأهلكوا بريح صرصر عاتية سخرها عليهم 7 ليال و8 أيام. അല്ലാഹ് പറയുകയാണ്, സമൂദ് ഗോത്രത്തിലെ ചെറുപ്പക്കാരെ, എന്റെ പ്രിയപ്പെട്ട വല്ലപ്പുഴയിൽ ഇവിടെ തടിച്ചുകൂടിയ എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, ഒരു കാലഘട്ടത്തിൽ ഒരു ജനതയുണ്ടായിരുന്നു. ആരാണ് ആ ജനത? ഈ കാണുന്ന കൊന്നത്തെങ്ങിനേക്കാൾ വലിപ്പമുള്ള സമൂദ് ഗോത്രം എന്ന് പറയുന്ന ഗോത്ര ജനതയില്ലേ? അവരാരെന്നറിയോ? കരിമ്പാറക്കെട്ടുകളെ കൈവിരലുകൾ കൊണ്ട് മെഴുകുതിരി പോലെ, മെഴുകുകൊണ്ട് കൈവിരലുകളെ സുദൃഢമാക്കുന്നത് പോലെ കരിമ്പാറക്കെട്ടുകൾക്കുള്ളിൽ കൈവിരൽ കൊണ്ട് തുറന്നിട്ട് ഏറ്റവും വലിയ ഫ്ലാറ്റ് വെച്ചവരാ സമൂദ് ഗോത്രം. അതുവരെ നമ്മളാരും എത്തിയിട്ടില്ല. കൈവിരലുകൾ കൊണ്ട് കരിമ്പാറക്കെട്ടിനെ തുറന്നിട്ട് അതിന്റെ ഉള്ളിൽ കോട്ടകൾ വെച്ച് കിടന്നുറങ്ങിയ സമൂഹം. ആ സമൂഹത്തെ അല്ലാഹു ഭൂമിയെ ഉറഞ്ഞു തുള്ളിയിട്ട് നശിപ്പിച്ചതെങ്ങനെയാ? അതിന്റെ ഒരേ ഒരു കാരണമേടാ. അല്ലാഹ് തന്നെ പറയട്ടെ, വകാന ഫിൽ മദീനതി തിസ്അതു റഹ്തിൻ യുഫ്സിദൂന ഫിൽ അർളി വലാ യുസ്ലിഹൂൻ. അല്ലാഹ് പറയുകയാണ്, ആ നാട്ടിലെ കുറെ ചെറുപ്പക്കാർ സുന്ദരിയായ 2 പെൺകുട്ടികളെ സമീപിച്ചിട്ട് സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒട്ടകത്തെ കൊന്നു തന്നാൽ ഞങ്ങളുടെ ഈ വെളുത്ത ശരീരം നിന്റെ കടപ്പറയിൽ തരാമെന്ന് പറഞ്ഞപ്പോ 2 തൊലിവെളുത്ത പെണ്ണുങ്ങളുടെ ശരീരം കണ്ട് അവരെ കടപ്പറയിലേക്ക് പോയ 9 യുവാക്കൾ കാരണത്താരാണ് അന്ന് സമൂദ് ഗോത്രത്തിന്റെ കാലഘട്ടത്തിൽ ഭൂമി ഉറഞ്ഞു തുള്ളിയത്, ഉണ്ടായത്. ആ സമൂഹം മുഴുവനും ഭൂമിയുടെ ഉറഞ്ഞു തുള്ളിന്റെ ഉള്ളിൽ ചത്തുമരച്ചു പോയത്. എന്തേ സഹോദരങ്ങളെ, ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? ഭൂമി കാണുകയല്ലേ? നാം ചെയ്തതെല്ലാം ഭൂമി കാണുകയല്ലേ? എങ്ങനെയാ ഭൂമിക്ക് ക്ഷമിക്കാൻ കഴിയുക? എങ്ങനെയാ ഭൂമിക്ക് ക്ഷമിക്കാൻ കഴിയുക? എത്ര വലിയവനാണെങ്കിൽ പോലും ആരാ ലോകത്തിലെ ഫറോവയാണെന്നറിയോ? ഫറോവയുടെ സിംഹാസനം വലിയ പടിക്കെട്ടിന്റെ മുകളിലാ. 1000-ലധികം പടിക്കെട്ടുകളുടെ മുകളിലൂടെ കയറി അതിന്റെ മുകളിൽ സിംഹാസനത്തിൽ ചാനിരുന്ന അഹങ്കാരിയല്ല ഫറോവ. ഓരോ പടിക്കെട്ടിന്റെ ഇരുഭാഗത്തും പരിപൂർണങ്ങളായ പെൺകുട്ടികളെ നിർത്തിയിട്ട് അവരുടെ 2 മാറിടങ്ങൾ പിടിച്ചിട്ട് സ്ഫടിക വെട്ടി കയറി സിംഹാസനത്തിലിരുന്ന അഹങ്കാരിയല്ല ഫറോവ. ആ ഫറോവയെയും അല്ലാഹു കൈകാര്യം ചെയ്തത് ഈ ഭൂമിയുടെ കടലിലിട്ടിട്ടാണെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. ഈ ഭൂമി എന്റേതാണടാ. പള്ളിയിലെ കാവിയാര് പറഞ്ഞാലും ആരൊക്കെ പറഞ്ഞാലും ഈ ഭൂമി എന്റേതാണടാ. എന്റെ കയ്യിൽ പണമുണ്ടടാ. എന്റെ കയ്യിൽ ATM കാർഡ് കൊണ്ടുപോയി ATM ഇട്ടാല് പളുപളുത്ത നോട്ട് വരുമെന്ന് പറഞ്ഞ് പള്ളിയിലെ കാവിയാരെ പടിയടച്ച് പിണ്ഡം വെച്ച് മഹല്ല് കമ്മിറ്റിയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് ഞാനാണടാ വലിയവനെന്ന് പറഞ്ഞ ഫറോവ എവിടെ? ഭൂമിയെ കുറിച്ച് രണ്ടാമത് ഞാൻ പറയുകയാണ്. ഈ ഭൂമിയുടെ മുകളിൽ അഹങ്കാരം പറഞ്ഞവനെയാണ് അല്ലാഹു ലോകത്തിലെ ഏറ്റവും വലിയ ദാരുണ മരണം കൊടുത്തത്.
ചിന്തിച്ചോളി, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഭൂമിയുടെ രണ്ടാമത്തെ പ്രത്യേകത ഖുർആൻ പറയും, അല്ലാഹു മനസ്സിൽ നിന്ന് അഹങ്കാരമൊക്കെ മാറ്റിത്തരട്ടെ. ആരാണ് മൂസാ നിന്റെ അള്ളാഹ് ചോദിച്ചു. മൂസാ നബി പറഞ്ഞു, അല്ലദീ യുനസ്സിലുൽ ഗൈസ, ആകാശത്തിൽ നിന്ന് മഴ വർഷിപ്പിച്ചവനാ എന്റെ അള്ളാഹ്. ഇനി ഭൂമി കരയണ സമയമൊക്കെ ഉണ്ട്, എല്ലാം ഞാൻ പറയാം. ഭൂമി തുള്ളണ സമയമുണ്ട്, ഭൂമി കരയണ സമയമുണ്ട്, ഭൂമി എതിരെ വേള് ചൂണ്ടണ സമയമുണ്ട്. അള്ളാഹു 3 സമയവും നമുക്ക് നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഈ ഒരു നിശബ്ദം നോക്കി ഒരു സൂചി ചാക്കി എടുക്കുന്ന നിശബ്ദം. എത്രയോ വയസ്സായ ആളുകളുണ്ടാവും, എല്ലാവരും നിശബ്ദമായി നിൽക്കാൻ അള്ളാഹു കബൂലാക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭൂമിയുടെ കാര്യത്തിൽ അഹങ്കാരം പറഞ്ഞവനെയാണ് ഭൂമി എന്ത് ചെയ്തത്? ആകാശത്തിൽ നിന്ന് മഴ വർഷിപ്പിക്കുന്നവൻ എന്റെ അള്ളാഹ് പറഞ്ഞു. മൂസാ നബി പൊട്ടിച്ചിരിച്ചിട്ട് പറഞ്ഞു, മൂസ എന്നാലും നിന്റെ അള്ളാഹ്ക്ക് മേലെ ഞാനാരാ? ഇവിടെ അള്ളാഹ്ക്ക് മേലെ വളർന്നവന്മാരൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ അള്ളാഹ്ക്ക് മേലെ വളർന്നവന്മാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ പൊന്നു മോനെ, ഈ സമ്പത്തും ഈ അഹങ്കാരം ഓരോരുത്തരെയും തുണച്ചിട്ടില്ല, അതിന് തുണയ്ക്കൂല. ആ ഒരു അഹങ്കാരം ആർക്കും വേണം. നമുക്ക് ഇച്ചിരി പച്ച പണം ഇങ്ങോട്ട് വരും. ATM കാർഡ് ഇട്ടാലേ പെട്രോളുകളുടെ കുറെ ഉച്ചിഷ്ടം ഗൾഫിൽ നിന്നും വന്നു. ഇവിടെ കുറച്ച് പണവും നമുക്ക് ATM കാർഡ് ഇട്ടാൽ കിട്ടി. സർവ്വ പെണ്ണിന്റെ കയ്യിൽ ATM കാർഡ് ഉണ്ട്, സർവ്വ ആണിന്റെ കയ്യിൽ ATM കാർഡ് ഉണ്ട്. കൊണ്ടയിട്ടാൽ കിട്ടും. പച്ചപ്പളപ്പിന്റെ നോട്ടുണ്ട്. മൂസ നിന്റെ അള്ളാഹ്ക്ക് മേലെ ഞാനാന്ന് പറഞ്ഞു ഫിറോൻ. എന്താ നിന്റെ അള്ളാഹ്ക്ക് മഴ പെയ്യിപ്പിക്കണമെങ്കിൽ ഭൂമി വേണ്ടേ? ഭൂമി ആരുടേതാ? ഭൂമി ആരുടേതാ? അനല്ലദീ മുൽക്കു മിസ്റ വഹാദിഹിൽ അൻഹാറു തജ്രി മിന തഹ്തി. ഈ മിസ്ർ എന്റേതാണടാ, ഞാൻ പോട്ടെ എന്ന് വിചാരിച്ചത് കൊണ്ടാണ് ഈ നൈല് പോലും ഒടുങ്ങുന്നത്. ഞാൻ വേണ്ടാന്ന് പറഞ്ഞ ഈ നൈല് പോലും അനങ്ങുമായിരുന്നില്ല എന്ന് പറഞ്ഞ ആളല്ലേ ഫിറഔൻ. ഫിറൗന്റെ സിംഹാസനമേടാ 1000 പടിക്കെട്ട്, അതിന്റെ മുകളിലാണ് സിംഹാസനം. 1000 പടിക്കെട്ടിന് മാറിടം തുറന്നിട്ട് സുന്ദരികളായ പെൺകുട്ടികൾ. ഫിറൗന്റെ പടിക്കെട്ടിന് ഗോവണിക്ക് സ്റ്റെയർ കേസ് ഉണ്ടായിരുന്നില്ല. ആരാ ഫിറൗൻ? 1000 പടിക്കെട്ട്, സ്വർണത്തിന്റെ പടിക്കെട്ട്. ആ പടിക്കെട്ടിന് സ്റ്റെയർ കേസ് ഇല്ല. നമ്മൾ സ്റ്റെയർ ഇട്ടാൽ അതിനൊരു പിടി ഉണ്ടാവില്ല കയറി പോവാൻ. ഇമാതിരി എസ്കലേറ്റർ ഒന്നുമില്ല. 1000 പടിക്കെട്ടിൽ പരിപൂർണ നഗ്നകളായ പെൺകുട്ടികൾ അവരുടെ മാറിടത്തിൽ പിടിച്ചിട്ടാണ് ഫിറഔൻ മുകളിലോട്ട് കയറി പോകുന്നത്. അറിയോ നിങ്ങൾക്ക്? എവിടെയാ മനുഷ്യൻ? അന്ന് മൂസ പറഞ്ഞു, വേണ്ട വേണ്ട, റബ്ബു സമാവാതി വൽ അർദി വമാ ബൈനഹുമാ ഇൻ കുന്തും ലാഇബീൻ. കളി വേണ്ട, പണത്തിന്റെ അഹങ്കാരം വേണ്ട, അഹങ്കാരത്തിന്റെ ഗർവ് വേണ്ട. ആകാശഭൂമികളുടെ തദ്ബീർ നടത്തുന്ന തമ്പുരാനുണ്ട്. ആ തമ്പുരാനെ കോപിപ്പിക്കരുത് സഹോദരങ്ങളെ. ഞാൻ പറഞ്ഞിട്ടാണടാ നൈലൊടുക്കുന്നതെന്ന് പറഞ്ഞ ഫറോവ അവസാനം എവിടെ അവസാനിച്ചു? ഈ വെള്ളം എന്റെ കയ്യിലാന്ന് പറഞ്ഞവന് വെള്ളം കുടിച്ചിട്ട് ചത്തുപോയ കഥയുണ്ടെങ്കിൽ അത് ഫിറൗന്റെ കഥയേ ഉള്ളൂ. ചെങ്കടലിന്റെ ഉപ്പ് വെള്ളം നന്നാക്കിലോട്ട് തട്ടിയപ്പോഴാണ് ഈ ഫിറൗൻ പറഞ്ഞത്, ആമന്തു ബിറബ്ബി മൂസാ വ ഹാറൂൻ. മൂസാ നബി പറഞ്ഞ, ഹാറൂൻ നബി പറഞ്ഞ, ആമന്തു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനതു ബിഹി ബനൂ ഇസ്രായീൽ. ബനൂ ഇസ്രായീൽ പറഞ്ഞ, ഞാൻ വിശ്വസിക്കുകയാ, അല്ലാഹുവേ നീ മതി, എനിക്ക് പടച്ച റബ്ബ് മതി എന്ന് പറഞ്ഞ ആ ഫിറൗനാണ്. മരിക്കുന്ന സമയത്ത് പൊട്ടിക്കരഞ്ഞ ഫിറൗൻ ചെങ്കടലിന്റെ ഉപ്പ് വെള്ളത്തിൽ കിടന്ന് ചങ്കുപോയാൽ സഹോദരങ്ങളെ ഫിറൗൻ എവിടെ പോയി? അല്ലാഹുവിന്റെ ഖുർആൻ ഭൂമിയെ കുറിച്ച് പറയുന്നത്, ഭൂമിയുടെ മുകളിൽ അഹങ്കാരത്തോടെ ചവിട്ടി നടന്നവനെ ആ ഭൂമി തന്നെയാണ് കൈകാര്യം ചെയ്തത്. കൊട്ടാനി മുന്തുള്ളി ഫിഞ്ചോര കെട്ട പിന്നീന്ന് കാഷ്ടമ ചുമന്നോരു കൊട്ട റൂഹന്ന് വിട്ട ചത്ത ചകമല്ല കൊട്ട പറനിന്റുടൽ കന്ത് ബഹുമാനം കൊട്ട. കേട്ടിട്ടുണ്ടോ? ഈ പാട്ട് കേട്ടിട്ടില്ല? പൊട്ടാനി മുന്തുള്ളി ഫിഞ്ചോര കെട്ട പിന്നീന്ന് കാഷ്ടമ ചുമന്നോരു കൊട്ട റൂഹന്ന് വിട്ടാൽ ചത്ത ചകമല്ല പൊട്ട പറനിന്റുടൽ കന്ത് ബഹുമാനം പൊട്ട. പകൽ കണ്ണടച്ചാൽ ഇരുളാമ പൊട്ട, സ്വന്തം തെളിച്ചാൽ പതിറാമ പൊട്ട, നട്ടാൽ നെല്ല് വിളയൂമ പൊട്ട, നാരായം വിട്ടാസ് ചുറ്റൂമ പൊട്ട. അകക്കണ്ടുറന്നൊന്ന് നോക്കിക്കെ മൂടാ, അകക്കണ്ടുറന്നൊന്ന് നോക്കിക്കെ മൂടാ, ഉത്സാരമോത്താലുറങ്ങാമോ കേടാ. അകക്കുൾ തുറക്കുൾ അടക്കല്ല മാടാ, മൂടിട്ട ചെപ്പിൽ മുത്തുണ്ട് കേടാ.
പാടിപ്പിടിക്ക് മലബാറിലെ കുട്ടികള് ആണത്തമുള്ള മാപ്പിള സുഗതാക്കളുടെ മക്കളാണെങ്കിൽ ലോകത്തിന്റെ സാമ്രാജ്യത്വത്തിനോട് നെഞ്ചു വിരിച്ചു നിന്ന് മറുപടി പറഞ്ഞ പൈശാചിക അധിനിവേശത്തെ അറബിക്കടലിന്റെ അലമാല കടത്തിയിട്ട് വിട്ട മക്കളാണെങ്കിൽ പൊന്നു പെങ്ങളെ മണിക്ക് ലോകത്തുള്ള 140 രാഷ്ട്രത്തിൽ ഏതൊക്കെ പെണ്ണ് തുണി വിരിഞ്ഞാടിയാലും അത് കാണുന്നതിനപ്പുറം ധൈര്യമുണ്ടോ അതിനൊക്കെ സഫലമായ പാടാണ് സുജായി മുഹമ്മദ് മുസ്ലിയാരുടെ സഫലമാല. മലബാറിലെ ആണത്തമുള്ള ആൺകുട്ടി പാടി നോക്ക്. അല്ലാതെ ഞാൻ കെട്ടിയ പെണ്ണിന് ഇത്തിരി ചന്തം കുറവാന്ന് പാടിയാലല്ല സുക്കൂനായത് അല്ല കാത്തു. കസറാണെങ്കിൽ പറയാൻ പറ്റുമോ? ചന്തത്തിന് കസറായി പോയാലേ പിന്നെ അത് വെളിയിൽ പറയാം. അത് ഉണ്ടെങ്കിൽ തന്നെ പറയാൻ പറ്റുമോ? എന്താ സഹോദരൻ അതുകൊണ്ട് കിട്ടിയതെന്താ? ആവാസത്തിന്റെ നാട്, ആവാസത്തിന്റെ അശ്ലീലതയുടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പാടി നോക്ക്. സുജായി ചോദിക്കടാ നീ ആരാടാ മനുഷ്യ, നീ ആരാടാ ഇതിച്ച് പറയാതെ വല്ലപ്പോഴൊന്നും പോകാൻ പറ്റൂല. എടാ ഈ പണത്തിന്റെ പേര് നീ എന്ത് നെഞ്ചു വിരിച്ചിട്ടാ ഈ ഇതിനേക്കാൾ ആടിയവന്മാരുണ്ടായിരുന്നത്. എന്തിയെ പള്ളിക്കാട്ടിലെ മണ്ണിനോട് ചോദിച്ചു നോക്ക്. അരിസ്റ്റോട്ടിൽ അടങ്ങിയതും അവിടെയാ, നെപ്പോളിയൻ അടങ്ങിയതും അവിടെയാ. പുറകിൽ വന്നിട്ട് റോക്കറ്റ് വിക്ഷേപിച്ചാൽ നെപ്പോളിയൻ തിരിഞ്ഞു നോക്കൂല. അത്രയും വലിയ ധീരശൂര പരാക്രമിയാ നെപ്പോളിയൻ ബോണപ്പാട്ട്. പക്ഷെ ആ നെപ്പോളിയനും പൂച്ചയെ പേടിയായി. ചരിത്രം പുറകിൽ വന്ന് ബോംബിട്ടാൽ നെപ്പോളിയൻ തിരിഞ്ഞു നോക്കില്ല. ആ നെപ്പോളിയൻ പൂച്ചയെ പേടിയായിരുന്നു എന്ന് ചരിത്രം. സഹോദരങ്ങളെ ആ മനുഷ്യനും മലന്ന് കിടന്നു, ഫറോവയും കിടന്നു. ശരിക്കണം ഫൊട്ടാന്നാണ് ഫായാണ്. ചിലയിടത്ത് അങ്ങനെയുണ്ട്. ലക്ഷദ്വീപിൽ പൈസ പോയിട്ടില്ല. ലക്ഷദ്വീപിൽ അവിടെ ഫായാണ്, പാ പറയില്ല. ഞാൻ ലക്ഷദ്വീപിൽ അന്ത്രോത്തിൽ വന്നു. പൊന്നു ഹബീബേ, പിന്നെ ഞാൻ പോയി. എന്റെ പൊന്ന് ഹബീബേ, ഞാൻ ഇവിടെ അന്ത്രോത്തിൽ പോയി കപ്പലിൽ കയറി ഒരു ത്രില്ലിന് അങ്ങ് പോയി. അവിടെ പോയി 10 ദിവസം 15 ദിവസം കപ്പല് സമരം. ഒരാൾ മരിച്ചു, കപ്പല് സമരം. തിരിച്ചു വരാൻ കുടുങ്ങി വേറെ ഒന്നില്ല. ഞാൻ എന്റെ ഭാര്യ മക്കളെ ഞാൻ ഇനി കാണില്ല. അവസാനം ഏതായാലും ലക്ഷദ്വീപുകാർ ഒരു കാര്യത്തിൽ മാന്യം വരെ വാതൊക്കെ കഴിഞ്ഞു. പക്ഷെ കപ്പലില്ല. പക്ഷെ അവരെന്ത് ചെയ്തു എന്നറിയോ? അവർ അന്ന് PM സയ്യിദിന്റെ മകനെ ബന്ധപ്പെട്ട് ഹെലികോപ്റ്റർ ചാർട്ട് ചെയ്ത് അവിടുന്ന് അന്ത്രോത്തിന് നേരെ കവരത്തി. അവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ അകത്തി ദ്വീപില്. ഹെലികോപ്റ്ററിലെ അറബിക്കടലിന്റെ മുകളിൽ കൂടെ ആ തുമ്പിമാരിയിരിക്കുന്ന സാധനത്തിൽ ഇരുന്നിട്ട് പോയ പോക്ക് ഞാൻ ആ മനപ്പാടമൊക്കെ മുഴുവൻ അതിനകത്തിരുന്നേ ഓതി. ഹാഫിളായതുകൊണ്ട് ആരിഫിലാമി പോലെ സൂറത്തിനാസ്വരെ ഓതാ ഒരു വിഷമുണ്ടായില്ല. എന്റെ പൊന്നിന് സഹോദരങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. 2-3 നീടിൽ അതി വരിക്കുമ്പോൾ പൊങ്ങിനെ താഴെ. അവിടെ നിന്ന് അകത്തി എന്ന് പറഞ്ഞാൽ ആകെ 2 കിലോമീറ്റർ ഉള്ളൂ. എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് പോയിട്ട് ആ വിമാനത്താവളത്തിയിട്ട് ബ്രേക്ക് ഇട്ടിട്ട് കിട്ടിയില്ല. എയർ ഇന്ത്യ അല്ലേ, ബ്രേക്ക് ഉണ്ടോ ഇല്ലോ എന്ന് പറയാൻ പറ്റൂല. സാധനം അതല്ലേ. ആ സാധനം ഇന്നേ വരെ കൃത്യത്തിന് പറഞ്ഞിട്ടില്ലാത്ത ആ സാധനം ബ്രേക്ക് ഇട്ടിട്ട് കിട്ടിയില്ല. പിന്നെ അറബിക്കടലില്ല സാധനം. കാരണം എയർപോർട്ട് അത്രേ ഉള്ളൂ. അവിടെ നിന്ന് അവര് വകുത് കഴിഞ്ഞിട്ട് വെറുതെ വിട്ടില്ല. അവര് നേരെ എന്ത് ചെയ്തെന്നറിയോ? ഹെലികോപ്റ്ററിൽ തന്നെ ഇവിടെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് ഇവിടെ എത്തിച്ചു. അക്കാര്യത്തിൽ നമ്മളെ മാതിരിയല്ല. നമ്മളെ ഖത്തീബിനെ കല്യാണത്തിന് അങ്ങോട്ട് ബെൻസിൽ കൊണ്ടുപോകും, ഇങ്ങോട്ട് കപ്പലിൽ നിന്നിട്ട് ഓട്ടോ വിളിച്ചു വരാം. അത് വേറെ കാര്യം. ഹലാലായി കഴിഞ്ഞാൽ തീർന്നു. വോട്ട് ചെയ്യാൻ വേണ്ടി 90 ഉമ്മുമാനെ തോളി കയറ്റി കൊണ്ടുപോകും. പാവം അവിടെ ഇട്ടിട്ട് വോട്ട് കഴിയുമ്പോൾ അവിടെ തിണ്ണലിട്ടിട്ട് വരും. പിന്നെ അവരുടെ മക്കൾ അന്വേഷിച്ച് പോകണം. 90 ഉമ്മുമാനെ കാണാനല്ലോ നോക്കിയപ്പോൾ പള്ളിക്കൂടത്തിൽ തിന്നാൻ കിടക്കും. അത് പിന്നീട് സഹോദരങ്ങൾ അവിടെ പായാണ് പറയാം. ഞാനവിടെ ഒരു കുട്ടി വന്നു, പാ പറയുന്നില്ല. ഞാൻ മോനെ എവിടെ പോയി? ഈ സ്കൂളിൽ പോയി. ഞാൻ ചോറുണ്ടോ? ഉണ്ടു. എവിടെ നിന്നാ? സ്കൂളിൽ നിന്ന്. ഞാൻ ചോറിന് എന്താ കറി? ഫയറും കൂടി പുഴുങ്ങിയത്. ഫയറിംഗിൽ പുഴുങ്ങിയത്, പയർ പുഴുങ്ങിയതെന്നാണ് അതിന്റെ. ഫയറും കൂടി പുഴുങ്ങിയതാന്ന് പറഞ്ഞു. ഞാനിക്ക് മനസ്സിലായില്ല. അവിടെ ഫായാണ്. ഇവിടെ ശുരായി ചോദിക്കാം, മോനെ ഒന്ന് ചിന്തിക്ക്, ഇത് മാത്രം കേട്ടിട്ട് നിങ്ങളത് പോയ എടാ നീ എന്ത് കണ്ടിട്ടായി അഹങ്കരിക്കണം? ആരോടാ ഈ മത്സരം? ആരോടാ ഈ വൈരാഗ്യം? നീ ആരാ? ഈ നെഞ്ചും വിരിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് നിന്നിട്ട് എവിടെ സെക്രട്ടറി ഈ മുണ്ടും പൊക്കി ഇങ്ങനെ നിൽക്കുക. ഞാനീ പറയുന്നതിന് ഇവിടുത്തെ ഒരു കഥാപാത്രമായിട്ട് വന്നില്ല കേട്ടോ. ഞാൻ എന്താ കഥ? ഹറമിന് പോയി. ഞാൻ പറഞ്ഞത് ഹറമിന് പോയി ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ നിൽക്കുക. ഹറമിന്റെ മത്താബിന് 2 ഹാജിയാക്കന്മാർ തമ്മിൽ വഴക്കായി. അമീറായി ഉസ്താദ് പറഞ്ഞു, ഹറമാണ് സൂക്ഷിച്ച് വർത്താനം പറയണം. ഇഹ്റാമിന്റെ മുണ്ടങ്ങൾ വെക്കിട്ട് എന്തോന്ന് ഹറം, എന്താണെന്നറിയോ? സംഭവം എന്നറിയോ? ജീവിതത്തിലെ ശൈലിയുണ്ട്. ആരോടെ സ്വഭാവം? നമ്മൾ ജീവിക്കുമ്പോൾ ഒരു മാന്യമായ ഒരു സംസ്കാരവും ഒരു സ്വഭാവവും നമുക്ക് വേണ്ട. ഈ ഭൂമിയുടെ മുകളിൽ തന്നെ ജീവിക്കുക. ഭൂമി അഹങ്കരിക്കരുത്. ഭൂമിയിൽ അഹങ്കരിക്കരുത്. ഈ എന്തോന്ന് ഹറം? ചില ആളുകൾക്ക് ഒരു സ്വഭാവം ഉണ്ടായാൽ മാറില്ല. എനിക്കൊരു സാറുണ്ടായിരുന്നു സ്കൂളിൽ പഠിപ്പിക്കണം, കണക്ക് സാറേ. മൂപ്പിൽ ഞാൻ കിണറ്റി ഇറങ്ങിയപ്പോൾ ഈ മുളയുടെ തണ്ട് കൊണ്ടിട്ട് ഇവിടെ ഒരു മുറിവ് വന്നു. അതോടെ വെച്ച് സ്കൂളിൽ വന്നിരിക്കുമ്പോൾ ഈ മുറിവിൽ വന്ന് ഈച്ച വന്നിരിക്കും. അപ്പൊ സാറിങ്ങനെ ആട്ടി ഓടി. അപ്പൊ
മുറിവിൽ ഈച്ച വന്നിരിക്കുമ്പോൾ ഇങ്ങനെ ആട്ടുമ്പോൾ സാറിന് എപ്പോഴും ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുന്ന സമയം ഈ സ്റ്റാഫ് റൂമിലൊക്കെ ടീച്ചേഴ്സ് ഇരിക്കുന്ന സ്ഥലത്തോട്ട് ഇങ്ങനെ ആട്ടി ടീച്ചേഴ്സ് വേറെ എന്തായിരിക്കും ആകെ പ്രശ്നമായി ഇങ്ങനെ ആളിങ്ങനെ ആട്ടി അവസാനം സാറെന്ത് ചെയ്യുന്നത് ഈ ഒരു അതാപ് ഒഴിവാകാൻ വേണ്ടി ഈ മുറിവിൽ ഈച്ച വന്നിരിക്കുമ്പോൾ സാറ് മെല്ലെ പിന്നെ കൈയിട്ടാട്ടൂല ഇങ്ങനെ അപ്പൊ ഈച്ച പോകും അതേപോലെ റിട്ടയറായി എന്റെ വീടിന് ഒരു താമസം 10-70 വയസ്സ് ഇപ്പോഴും ഇടയ്ക്കിടെ ആ സ്വഭാവം മാറിയിട്ടില്ല. അത് അന്നൊരു ശീലിച്ച സ്വഭാവമാണ്, മനുഷ്യന് മാറില്ല. ഇത് എത്രയായാലും ഒരു സ്വഭാവം. മുജാഹിദ് നീ ആരാ കൊട്ടാ നീ മുൻപുള്ളി ഫിഞ്ചോര കെട്ട മോനെ എല്ലായിടത്തും നെഞ്ചു വിളിച്ച് പണത്തിന്റെ പേര് അംഗീകരിക്കാൻ നീ ആരാ? നീ ഒന്നുമല്ല, നിന്നെ അള്ളാഹു സൃഷ്ടിച്ചത് അത്ര നല്ല സാധനത്തിൽ ഒന്നുമല്ല. ആണോ? ആര് കണ്ടാലും തൊടാൻ നിൽക്കുന്ന, തൊട്ടാലുടനെ കണ്ടാലുടനെ തുടച്ചു മാറ്റാൻ വ്യഗ്രത കാണിക്കുന്ന വെറും ഒരു ഇന്ദ്രിയത്തുള്ളി എന്നല്ലേ അള്ളാഹു നിന്നെ സൃഷ്ടിച്ചെടുത്തത്. ഞാനിത് പറയുന്നതിന് എന്താ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ്. നിന്നെ അള്ളാഹു സൃഷ്ടിച്ചത് അത്ര നല്ല കാര്യത്തിൽ നിന്നല്ല. പിന്നെ ഇപ്പൊ നീ ആരാ? പിന്നെ കാഷ്ടം ചുമന്നൊരു കൊട്ട പൊന്നുമോനെ, ഇപ്പൊ നീ ആരാ? വെറും കാട്ടവും ചുമന്നുകൊണ്ട് നടക്കുന്ന വെറും ഒരുമാതിരി മൊബൈൽ ടോയ്ലറ്റ് അല്ലേ നീ? ഇപ്പൊ നീ ആരാ? നല്ല വീതിയുള്ള കരയുള്ള മുണ്ടൊക്കെ കൊടുത്ത് എന്നെ തന്നെ ഇത്തിരി പശയുള്ള സുബയൊക്കെ അങ്ങോട്ട് ഇട്ട് ഒരു ഇത്തിരി കതറൊക്കെ ഇട്ട് അള്ള കതറാക്കിയതായിരിക്കും. അതൊക്കെ ഇട്ടിട്ട് ഇമാതിരി അങ്ങോട്ട് നടക്കണണ്ട. ഇപ്പൊ നീ ആരാടാ? സുജായി ചോദിക്കട്ടെ, ഞാൻ എന്റെ കഥ പറഞ്ഞ നിങ്ങളുടെ അല്ലേ? എന്റെ നല്ല വീതിയുള്ള കരയൊക്കെ കൊടുത്ത് ഇത്തിരി പശയൊക്കെ മുക്കി നീ ആരാ? അങ്ങനെ ജയിക്കും. ഒരു മൊബൈൽ ടോയ്ലറ്റ് കഴിക്കുക, കാനാ പീന സോന ഹബിന കഴിക്കുന്നു. കുറെ മൊബൈൽ ടോയ്ലറ്റാണ് നീ ഈ ജീവിക്കുമ്പോൾ. ഇനി മരിച്ചാലോ? ഭൂമിയുടെ അടുത്ത കഥ പറയട്ടെ. ഫീഹാ തമൂത്തുന, ഈ ഭൂമിയിലാണ് നമ്മൾ മരിക്കുന്നത്.